ഭക്ഷണത്തിൽ പലതരം വെറൈറ്റികളും പരീക്ഷിക്കാറുണ്ട്. ഓതന്റിക് ആയിട്ടുള്ള ഫുഡുകൾ. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന റാഡിസൺ ബ്ലൂ കടവന്തരമുള്ള ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ടാണ്. പാലക്കാടുള്ള അവരുടെ ബ്രാഹ്മിൻസിന്റെ ഒരു തനതായ രുചികളുണ്ടായിരുന്നു. ചക്ക, മൂത, കൊഴുക്കട്ട, പൊടി പൊടിച്ച പുളിങ്കറി, നെല്ലിക്ക, മാങ്ങ അരച്ചിലക. ഷെഫ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ റിസർച്ച് ചെയ്യാറുണ്ട്. പല ഫുഡിനെ പറ്റി റിസർച്ച് ചെയ്യാറുണ്ട്. വീട്ടിലെല്ലാവരും തന്നെ അതുപോലെ കൂട്ടുകാരും എല്ലാം തന്നെ ചായ ഭ്രാന്തന്മാരായിരുന്നു. വേൾഡിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ചായ. വിധു പ്രതാപ് നമ്മുടെ അടുത്ത ഫ്രണ്ടാണ്. ആ സമയത്താണ് സൂപ്പർ ഫോർ എന്ന് പറയുന്ന പരിപാടി മഴവിൽ മനോരമയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വിധുവിനെ ഇശൽ ചായ കൊടുത്താണ് ഒരു വഴിത്തിരിവായിരുന്നു. സൂപ്പർ ഫോറിനെ പറ്റി ഇങ്ങനെ അതിനുവേണ്ടി ചായ ചെയ്യണമെന്ന് പെട്ടെന്ന് പറഞ്ഞ് സൂപ്പർ ഫോറിന് ചെയ്യാൻ തരുത്തി. അത് 4 ടൈപ്പ് ഓഫ് ഹെർബ്സ്, 4 ടൈപ്പ് ഓഫ് സ്പൈസസ്, 4 ടൈപ്പ് ഓഫ് നട്ട്സ്, 4 ടൈപ്പ് ഓഫ് ടീ ലീവ്സ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് വന്നു. സൂപ്പർ ഫോർ എന്ന പ്രോഗ്രാമിന്റെ 50th സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വരെ ചെയ്തു. ഇശൽ ചായ എന്ന് പറഞ്ഞ ചായ അദ്ദേഹം ട്രൈ ചെയ്തു. അത് ഏകദേശം ഒരു 50ഓളം തവണ ഞാൻ ട്രയൽ ചെയ്തതിന് ശേഷമാണ് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ അത് വെൽ ബാലൻസിങ് ആയിരിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു സ്പൈസസ് കൂടിയാലോ കുറഞ്ഞാലോ ചായയുടെ എഫക്റ്റ് കിട്ടില്ല. അതിനുശേഷം ചെയ്തത് ഹണി റോസിന്റെ ഹണിയും റോസ് പെറ്റൽസും വെച്ചിട്ട് കുറച്ച് വേറെ ചേരുവകളും ചേർത്തിട്ട് അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ചായയാണ്. മിൽക്ക് ടീയിലും ഞാൻ കുറച്ചേറെ പരീക്ഷണം നടത്തി. എൻ്റെ ഏകദേശം ഒരു 150 പരം മിൽക്ക് ടീ എൻ്റെ കളക്ഷനിലുണ്ട്. മഴവിൽ മനോരമ ഷോ ചെയ്യുമ്പോൾ റിമി ടോമി ഉണ്ടായിരുന്നു. റിമി ടോമി കോഫി ലവറായിരുന്നു. അങ്ങനെ ആ ചായ കുടിച്ചതിന് ശേഷം പറഞ്ഞാൽ ഇന്നത്തോടൊരു ചായയുടെ ഫാനായിട്ട് മാറി. എൻ്റെ ഒരു ചായ ആയാലും 10 ചായ ആയാലും 100 ചായ ആയാലും അതിന് ഒരേ ടേസ്റ്റ്. ഞാൻ മധുരമില്ലാത്ത ആദ്യത്തെ ചായം ചെയ്യുന്നത് എൻ്റെ സ്പെഷ്യൽ ടേസ്റ്റിൽ മ്യൂസിക് ഡയറക്ടർ ശരത് സാറിന് വേണ്ടിയിട്ടാണ്. ഫിഷിൽ എനിക്ക് 1-2 ഫിഷ് കറി ഉണ്ട്. മീൻ ഉല്ലാസ എന്ന് പറഞ്ഞിട്ട് ഫിഷ് കറി ഉണ്ട്. പിന്നെ മീൻ ചിമിട്ടൻ തവ ഫ്രൈ, ബീഫിലാണെന്നുണ്ടെങ്കിൽ ചുട്ടിറച്ചി, ചിക്കനിലാണെന്നുണ്ടെങ്കിൽ ചോരക്കോഴി. പായസത്തിൽ ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കരിക്ക് വെച്ചിട്ടുള്ളതാണ് ഇളനീർ ചവ്വരി പായസം. ഞങ്ങളെ ഷെഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലിമിറ്റുകളില്ല. പക്ഷേ മലേഷ്യൻ ഫുഡ് മെക്സിക്കൻ ഫുഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ പാലറ്റായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. നമുക്ക് ഏതൊരു മലയാളിക്കും ധൈര്യപൂർവ്വം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഫുഡുകളാണ്. മലയാളികളുടെ എല്ലാവരും ഒരു അഹങ്കാരമാണ്. അതുപോലെ എല്ലാവരുടെ ഒരു സ്നേഹം ഉള്ള ആൾക്കാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അപ്പോൾ അവരുടെ പേരിൽ ഞാൻ ഓരോ ചായ ചെയ്തിട്ടുണ്ട്. അത് റിവീൽ ചെയ്തിട്ടില്ല. എൻ്റെ സ്വന്തമായിട്ടുള്ള രുചികളും അതുപോലെ എൻ്റെ സ്വന്തം ചായകളും മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു. നമസ്കാരം, വെൽക്കം ടു JC സ്റ്റുഡിയോ. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് നമ്മളെപ്പോഴും സിനിമ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ട് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കല എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു കലാകാരൻ തന്നെയാണ്. പക്ഷേ ആ കലാകാരൻ എന്ന് പറയുന്നത് സിനിമാ മേഖലയിലുള്ള കലയോ അല്ലെങ്കിൽ ചിത്രരചനയുള്ള കലയോ ഒന്നുമല്ല. ഞാൻ ആ കലാകാരൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അദ്ദേഹം എൻ്റെ നാട്ടുകാരൻ തന്നെ, ആലുവക്കാരൻ തന്നെ പറയാം, തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ആഴ്ച മുന്നെയാണ് അദ്ദേഹത്തിനായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്, പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയത്. ആ പരിചയപ്പെടുന്ന സമയത്ത് പുള്ളി കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പം തന്നെ അത് ക്യാച്ച് ചെയ്ത്, കൊള്ളാലോ, ആൾ ചില്ലറക്കാരനല്ലല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിലങ്ങനെ ഇതാക്കി. പിന്നീട് അന്ന് തന്നെ ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ട്, സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യാൻ പറ്റുമോ, ബുദ്ധിമുട്ടാകുമോ എന്ന് വെച്ചപ്പോൾ അതിനെന്താ പുള്ളി പിന്നെ അതോടെ പടപടാന്ന് പറഞ്ഞ് കുറേ അങ്ങനെ എനിക്ക് വാട്സപ്പിലേക്ക് ഇട്ടുവന്ന് മനോരമ, മാതൃഭൂമി, അങ്ങനെ കുറേ സംഗതിയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ചില്ലറക്കാരനേ അല്ല. എന്തായാലും അദ്ദേഹം എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് ഡയറക്റ്റ് പോകാം. ഷിഹാബ് സാറേ, നമസ്കാരം. നമസ്കാരം. സച്ചിൻ. ഷിഹാബ് ഗിരി സാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആളൊരു കലാകാരനാണ്. പക്ഷേ കലാകാരൻ എന്ന് പറഞ്ഞാൽ കാക്കിക്കുള്ളിലെ കലയല്ല. ഇത് നല്ല എന്താ പറയുക, വെള്ളവസ്ത്രങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു കലാകാരനാണ്. പക്ഷേ ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറൈറ്റിയാണ്. പുള്ളിയുടെ ഒരു വെറൈറ്റി ഞാനിപ്പോൾ ഇവിടെ വെളിപ്പെടുത്താം. അതിന് മുന്നേ സാറ് തന്നെ കുറച്ച് കാര്യങ്ങൾ സാറിനെ കുറിച്ച് പറയട്ടെ. സാർ പറയൂ. എൻ്റെ പേര് ഷിഹാബ് കരീം. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന റാഡിസൺ ബ്ലൂ കടവന്തരമുള്ള ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഭക്ഷണത്തിൽ പലതരം വെറൈറ്റികളും പരീക്ഷിക്കാറുണ്ട്. നമ്മുടെ ഓതൻറ്റിക് ആയിട്ടുള്ള ഫുഡുകൾ കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പോൾ കാണാത്തതായ അങ്ങനെ കുറേ വെറൈറ്റികൾ അങ്ങനെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യും, കണ്ടെത്തുകയും ഞാൻ ഇതിൽ ഹോട്ടൽ ഫെസ്റ്റിവലായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടൻ ഒരു കുസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ പലരും ആ ബുദ്ധിമുട്ടുകൊണ്ടും ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും അതുപോലെ ആൾക്കാർ പാലക്കാടുള്ള അവരുടെ ബ്രാഹ്മിൻസിൻ്റെ ഒരു തനതായ രുചികളുണ്ടായിരുന്നു. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക, മൂത, കൊഴുക്കട്ട, പൊടി പൊടിച്ച പുളിങ്കറി, നെല്ലിക്ക, മാങ്ങ അരച്ചിലക. ട്രഡീഷണലായിട്ട് ആ ബ്രാഹ്മിൻസ് വെറുതെ മനുഷ്യന് വായിൽ വെള്ളം ദിവസവും വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഡിഷാണ്. ചക്ക, മൂത, കൊഴുക്കട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സീഡ് ഡിഷാണത്. ഇൻഗ്രീഡിയൻസ് എന്താണ്? പഴച്ചക്കയുണ്ട്, ഉണക്കലരി വറുത്ത് പൊടിച്ചത്, പിന്നെ കുറച്ച് ശർക്കര, തേനെല്ലാം ചേർത്തിട്ടുള്ള ഷെഫ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ റിസർച്ച് ചെയ്യാറുണ്ട്. പല ഫുഡിനെ പറ്റി റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പാലക്കാടൻ ആ കുസിനെ പറ്റി അറിയുകയും അത് ഞാൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ആറന്മുള വള്ളസദ്യ അതിനെ പറ്റി പഠിക്കുകയും അവിടെ പോയി
സദ്യ കഴിക്കുകയും ചെയ്തു, എക്സ്പീരിയൻസ് ചെയ്തു. മനസ്സിലായി. പിന്നെ അതിൻ്റെ കൊടുങ്ങല്ലൂർ ഇപ്പോൾ നമുക്ക് ചരിത്രപരമായിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ളതാണ്, മുസ്ലിംസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ തനതായ കുറച്ച് രുചികളുണ്ട്. ആ രുചികളൊന്നും പുറം നാട്ടുകാർക്ക് അറിയില്ല, ആ നാട്ടിൻ്റെ ഇപ്പുറത്തേക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാറ്. അത്ര പോപ്പുലർ അല്ലാത്ത എന്നാൽ തനതായ മൺമറിഞ്ഞു പോയ രുചികൾ. അപ്പോൾ കൊടുങ്ങല്ലൂർ കുറേ ഡിഷുകളുണ്ട് ഇതുപോലെ. പാലിയപ്പഴം, അതുപോലെ മാങ്ങ പതിരപ്പം, മാങ്ങാത്തര, അങ്ങനെ പറഞ്ഞിട്ട് അതും ഞാനൊരു സ്റ്റോറി ആയിട്ടും അതുപോലെ നമ്മുടെ ഫെസ്റ്റിവലായിട്ടും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് വർക്ക് ചെയ്ത ഹോട്ടലുകളിൽ. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു ചായ പണ്ട് മുതലേ ഇഷ്ടമായി. ചായ വീട്ടിലെല്ലാവരും തന്നെ, അതുപോലെ കൂട്ടുകാരും എല്ലാം തന്നെ ചായ ഭ്രാന്തന്മാരായിരുന്നു. അപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഒരു കപ്പ് ചായ അല്ലെന്നൊരു ഒരു ഗ്ലാസ് ചായയാണ് നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കാറും കൊടുക്കാറും. പക്ഷേ ഞങ്ങളുടെ വീടുകളിൽ അതെന്താണെന്ന് വെച്ചാൽ ഒരു മഗ്ഗിലും മിനിമം ഒരു 3 ചായയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അന്ന് മുതലേ ചായയുടെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഷെഫ് ലൈഫ് ആയതിനു ശേഷം ഇതിൽ പുറത്ത് നമ്മളിടയ്ക്ക് പുറത്തിറങ്ങും, ചായ പുറത്തുനിന്ന് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറത്തുനിന്ന് കുടിക്കുന്ന ചായകൾ മിക്കവാറും ഭയങ്കര നിരാശയാണ് സമ്മാനിച്ചത്. പൂള ചായ എന്ന് പറയും. അതെ, അങ്ങനെ ഞാൻ ചായ കുടിക്കാത്ത ആളാണ്. ഞാനത് മറന്നു പോകും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്ക് അറിയത്. ഞാൻ ചായ കുടിക്കാത്ത ആളാണ്. പക്ഷെ എൻ്റെ വൈഫ് നന്നായിട്ട് ചായ കുടിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ചായ കുടിച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ചായ എങ്ങനെ ഉണ്ടായിരുന്നു? പൂള ചായ. പക്ഷെ ചായ കുടിക്കാത്ത ഞാൻ, അതെ, പ്രത്യേകം ചായ കുടിക്കാത്ത ഞാൻ കുറച്ച് ദിവസമായിട്ട് ഷിയാബ് സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, 500 ചായ. അത് ഞാനിപ്പോൾ ഇവിടെ പൊളിക്കുന്നതാണ്. 500 വെറൈറ്റി ചായ ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിയുടെ ഒരു 26 എന്തോ എന്നോട് പറഞ്ഞു. അതൊന്ന് പറയൂ സാർ, എന്തായിരുന്നു അത്? വേൾഡിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ചായയിൽ നമ്മളിപ്പോൾ മിക്കവാറും ഒരു 2-3 ഐറ്റംസ് മാക്സിമം ചേർക്കണ്ട നമ്മുടെ പുറത്ത് കടകളിൽ കിട്ടുന്നത്. അതായത് ചായപ്പൊടി, പഞ്ചസാര, പാല്, പിന്നെ കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏലക്ക ഇടും, ഇഞ്ചി ഇടും, അതുപോലെ ചിലപ്പോൾ വാനില. പക്ഷേ ഞാനിതിലേക്ക് വന്നേ പിന്നെ ഇതിൽ ചായയിൽ എന്തൊക്കെ വെറൈറ്റി ചെയ്യുമ്പോൾ വെച്ചാൽ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് നമുക്ക് ആസ്വദിക്കാനോട് പറ്റണം. അപ്പോൾ അതിന് ചായയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ പലരും പരീക്ഷണം ചെയ്തു തുടങ്ങി. അങ്ങനെ വിധു പ്രതാപ് നമ്മുടെ അടുത്ത ഫ്രണ്ടാണ്, ഞാൻ വർക്ക് ചെയ്ത ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ സമയത്താണ് സൂപ്പർ 4 എന്ന് പറഞ്ഞ പരിപാടി മഴവിൽ മനോരമയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ പേരിൽ ഒരു ചായ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, വിധുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വിധുവിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് സൂപ്പർ 4 ടീ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചായയിലേക്ക് വരാൻ മെയിൻ ഇത്തരം 500-ൽ എത്താൻ ഒരു കാരണം വിധു എന്ന് പറയാം, ഒരു നിമിത്തം എന്ന് വെച്ചാൽ വിധു എന്ന് വെച്ചാൽ പറയാം. കാരണം വെച്ചാൽ ഞാൻ ആദ്യം ചെയ്തൊരു ഇശൽ ചായയാണ്. ഇശൽ ചായ വെച്ചിട്ട് ഞാൻ ഒരു 2-3 വർഷം കറങ്ങി ഇങ്ങനെ എടുത്തു. പക്ഷേ ആ കുറച്ച് റെസിപ്പി ഞാൻ റെഡിയാക്കി വെച്ചെങ്കിലും പിന്നെ തിരക്ക് മൂലം ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വിധുവിനെ ഇശൽ ചായ കൊടുത്താണ് ഒരു വഴിത്തിരിവായത്. അപ്പോൾ ഇശൽ ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊടുക്കുന്ന എല്ലാവരും പറയാറുണ്ട് ഇത് നല്ല ചായയാണ്, ഇനി വരുമ്പോൾ തന്നെ ഒരെണ്ണം കൂടി കിട്ടുമെന്ന് ചോദിക്കുന്നതിൽ അപ്പുറത്തേക്ക് പോകാറില്ല. പക്ഷേ വിധുവിൻ്റെ ഒരു ആ റെസ്പോൺസ് വെച്ചാൽ ഭയങ്കര ഒരു പ്രതീക്ഷിക്കാതെ അതിനകത്ത് മനസ്സിൽ ഒന്ന് കൊണ്ടു. വിധുവിൻ്റെ റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നന്നായിട്ടുണ്ട്, ഇനി ഒരുപാട് ചായകൾ ചെയ്യാൻ പറ്റട്ടെ, ഞങ്ങളിനി വരുമ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി ചായ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് മനസ്സിലാക്കൊണ്ട് അങ്ങനെയാണ് ഞാനൊരു 50 റെസിപ്പി കളക്ട് ചെയ്ത് ഏകദേശം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ വിധു വരുമ്പോൾ ഓരോന്ന് കൊടുക്കും, എൻ്റെ അഭിപ്രായം പറയും. അങ്ങനെ എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, ആദ്യം പരീക്ഷിക്കുന്നതെല്ലാം വിധുവും ഭാര്യ ഉണ്ടായിരുന്നു, ദീപ്തി ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് ഞാൻ വിധുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സൂപ്പർ 4-നെ പറ്റി ഇങ്ങനെ അതിനുവേണ്ടി ചായ ചെയ്യണമെന്നൊരു പെട്ടെന്ന് പറഞ്ഞ് സൂപ്പർ 4 ചെയ്യാൻ കരുതി. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ആ പേരിലൊരു ചായ ചെയ്താലോ എന്ന് ആലോചിക്കണം. അങ്ങനെയാണ് ഒരു പരീക്ഷണം 4 ടൈപ്പ് ഓഫ് ഹെർബ്സ്, 4 ടൈപ്പ് ഓഫ് സ്പൈസസ്, 4 ടൈപ്പ് ഓഫ് നട്ട്സ്, 4 ടൈപ്പ് ഓഫ് ടീ ലീവ്സ്, 4 ടൈപ്പ് ഓഫ് സീഡനിങ് ഏജൻസ് എല്ലാം വെച്ചിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഇട്ടിട്ട് കാര്യമില്ല, എല്ലാത്തിൻ്റെ രുചി നമുക്ക് കിട്ടണം. 4 ടൈപ്പ് സ്പൈസസ് അല്ല, അതിന് മുമ്പ് എന്തോ പറഞ്ഞു? നട്ട്സ്. ഓക്കെ, നട്ട്സ്, സ്പൈസസ്, ഹെർബ്സ്, പിന്നെ സീറ്റനിങ് ഏജൻസ്, മധുരം 4 ടൈപ്പ്, അതുപോലെ ചായപ്പൊടികൾ 4 ടൈപ്പ്. ഒരു ചായയിൽ. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് വന്നു. അങ്ങനെ അത് കുടിച്ചിട്ട് പുള്ളി നേരെ എൻ്റെ ആ സൂപ്പർ 4-ൻ്റെ ഡയറക്ടറോട് ചെന്ന് പറയും. അങ്ങനെ മഴവിൽ മനോരമയുടെ സൂപ്പർ 4 എന്ന പ്രോഗ്രാമിൻ്റെ 50th സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വരെ ചെയ്തു. അപ്പോൾ അതാണ് ആ ചായ ഉണ്ടാക്കുന്നത്. ടോട്ടൽ 21 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അത് ഈ ഒരു സംഭവം ഒരു ചായ ചെയ്യുന്നത്. അപ്പോൾ ചായ 21 ഇൻഗ്രീഡിയൻസ് ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കിട്ടണം. ശരിയല്ല, 4 നട്ട്സ് അങ്ങനെ മൊത്തം വരുമ്പോഴത്തേക്കും
21 പാലടക്കം 21 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഓ ഓ ഓ ഓ അപ്പോൾ അത് വെൽ ബാലൻസിങ് ആയിരിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു സ്പൈസസ് കൂടിയാലോ കുറഞ്ഞാലോ ചായയുടെ എഫക്റ്റ് കിട്ടില്ല. ചായ നമുക്ക് അത്രക്കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ആ ചേരുവകൾ കൃത്യതയോട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതുമയുള്ളൊരു അനുഭവമായിട്ട് മാറും. അതൊരു പ്രാവശ്യം എനിക്ക് കുടിക്കണം തീർച്ചയായിട്ടും. ഞാൻ ചായ കുടിക്കാത്ത ആളാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചായ കുടിക്കൂല, ഒരു ചായയും കുടിക്കൂല, കട്ടൻ ചായയോ അങ്ങനെ ചായ പരിപാടിയേ ഇല്ലാത്തൊരാളാണ്. പാലും അങ്ങനെ താങ്കൾ ചായ കുടിക്കണത് കേൾക്കുമ്പോൾ ചായ കുടിക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് ചായ ആയിട്ടാണ്. ഏത് ഈ പറഞ്ഞ സാധനമായിട്ട്? ഇതല്ല, ഇത് വേറെ ഒരു ഇതാണ്. എന്തായാലും കുടിക്കണം. ഇതെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചായയിലൊക്കെ വന്നേ പിന്നെ അത് കുറച്ച് മീഡിയയിലെല്ലാം വന്നതിന് ശേഷം അറിയുന്നില്ല, ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ്സും എല്ലാം കാണുമ്പോൾ ആദ്യം ചോദിക്കും ചായ, ഞങ്ങൾക്ക് ചായയില്ല, ഞങ്ങൾക്ക് ചായയില്ല എന്നാണ്. പിന്നെ ആരും ചെയ്യാത്തൊരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ചെന്ന ചായ നമുക്ക് ഇങ്ങോട്ടാണ് തരാറ്. അതെ. അപ്പൊ അവരുടെ ചോദ്യം കാരണം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചായ തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കപ്പ് എടുക്കുക, നേരെ ചായ വെച്ചു. അങ്ങനെ വർഷങ്ങളോളം അതൊരു പിന്തുടർന്നു. ഒരു 2-3 വർഷം അങ്ങോട്ട് പിന്തുടർന്ന് ഇപ്പോഴും നിർത്തിയിട്ടില്ല. അത് ഇപ്പോഴും അതന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ 21 വെറൈറ്റി 21 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊരു ചായ എന്ന് പറഞ്ഞു. അതൊരു പക്ഷേ വേൾഡിൽ ഫസ്റ്റ് ആണ്. അതെ. അതിൻ്റെ ഒരു റെക്കോർഡിന് വേണ്ടിയിട്ട് റെക്കോർഡിന് വേണ്ടി നമുക്ക് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എൻ്റെ പുറകിലുണ്ട്. അത് നമ്മൾ റെസിപ്പി അത് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ പേറ്റന്റ് എടുക്കണം. പേറ്റന്റ് എടുത്തതിന് ശേഷമാണ് റെക്കോർഡിന്റെ കാര്യങ്ങൾ. മലയാളികളാണ്, അറിയാലോ. അതെ. ഒരു സംഗതി കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കീറി മുറിച്ച് അവൻ റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകും. ഞാൻ മലയാളികളെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, എല്ലാവരെയും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ സാറ് പെട്ടെന്ന് തന്നെ അത് പേറ്റന്റ് എടുത്ത്, കാരണം നിങ്ങളുടെ ഒരു കഷ്ടപ്പാടാണ്. അതെ. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെയാണ് വരേണ്ടത്, അല്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റേണ്ടി പറഞ്ഞോട്ടാ. അത് പെട്ടെന്ന് തന്നെ ചെയ്യുക. കാരണം നമ്മളുടെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട അംഗീകാരം വേറൊരാൾ അടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സാറ് ചിലപ്പോൾ കുറേ കാലം ആലോചിക്കേണ്ട കാര്യമുള്ള 4 ടൈപ്പ് ഓഫ് ചായപ്പൊടി, അതെ, അതേപോലെ വെറൈറ്റി ഓഫ് ഈച്ച് 4 ഐറ്റംസ് വെച്ചിട്ടുള്ള. അതെ. ആ പ്രോഗ്രാമിന്റെ പേര് സൂപ്പർ 4 ആയതുകൊണ്ട് തന്നെയാണ് അത് വെച്ച് കണക്ട്. അതുകൊണ്ടാണ് ഞാൻ 4 വെച്ചിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് വന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം സാർ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും, എത്ര ദിവസം ഉറക്കം വിളിച്ചിട്ടായിരിക്കും ഈ സാധനം ഇങ്ങനെ, എത്ര ദിവസം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പെരുമ്പിള്ളേനെ വിളിക്കും, കുടിച്ചോക്ക്. അത് ചായ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇശൽ ചായ എന്ന് പറഞ്ഞ ചായയാണ് അദ്ദേഹം ട്രൈ ചെയ്തത്. അത് ഏകദേശം ഒരു 50ഓളം തവണ ഞാൻ ട്രയൽ ചെയ്തതിന് ശേഷമാണ് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റിലേക്ക് എത്തിയത്. അതിനുശേഷം പിന്നെ ആ ചായയുടെ എന്താ ജിന്ന് ഉള്ളിൽ കയറിയെന്ന് എനിക്ക് തോന്നുന്നു, മനസ്സിലായി. അതിനുശേഷം മിക്ക ചായകളും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ശരിയാവാറുണ്ട്. ഒന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ അതിന്റെ അപ്പുറത്തേക്ക് പോകാറില്ല. ഒരു 99% ചായകളും ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. ആ ചായയെ ആവാഹിച്ചത് കാരണം തോന്നുന്നു. അതെ അതെ അതെ. അല്ല, അത് അങ്ങനെ തന്നെ, കാരണം നമ്മുടെ മനസ്സിലത് ഓൾറെഡി ഫിക്സ് ചെയ്ത് ഇട്ടല്ലോ. പിന്നെ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ, ചിലപ്പോൾ അതല്ല, തീർച്ചയായിട്ടും കറക്റ്റായിട്ട് തന്നെ വരും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതിപ്പോൾ ചായയിൽ ഇപ്പോൾ ഒരു 50 വെറൈറ്റിയിൽ നമ്മൾ ഈ പറഞ്ഞ 21 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ചായ പറഞ്ഞു. വേറെ എന്താണ് വെറൈറ്റി ഉണ്ട്? അതുകൊണ്ട് 500 ടൈപ്പ് ചായ ഉണ്ട്. ഞാൻ ആദ്യം ചെയ്തത് ഇശൽ ചായയാണ്. അതിനുശേഷം ചെയ്തത് ഹണി റോസ് പെറ്റൽസും വെച്ചിട്ട് കുറച്ച് വേറെ ചേരുവകളും ചേർത്തിട്ട് അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ചായയാണ്. പിന്നെ ഒരു HOTK എന്നും പറഞ്ഞിട്ട് ഒരു ചായ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് അന്ന, സിട്രസ് ബ്ലോസം, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളതുണ്ട്. എൻ്റെ കളക്ഷൻസ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളതുണ്ട്, ഹെർബ്സ് വെച്ചിട്ടുള്ളതുണ്ട്, സ്പൈസസ് വെച്ചിട്ടുള്ള പല കാറ്റഗറി ഉണ്ട്. അതുപോലെ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്. ഫ്രൂട്ട്സ് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ പഴം വെച്ചിട്ടൊരു ചായ ചെയ്തിട്ടുണ്ട്. പഴം, അതായത് പഞ്ചാമൃതം എന്ന് പറഞ്ഞിട്ട് പഴവും 5 ചേരുവകളും ചേർത്തിട്ട് ഒരു ചായയുടെ വെർഷൻ, പഞ്ചാമൃതത്തിൻ്റെ ചായയുടെ വെർഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ട്, ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെ നാച്ചുറൽ ഫ്ലേവേഴ്സ് എടുത്തിട്ട്, അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് പൈനാപ്പിളും അതുപോലെ സിട്രസ് ആയിട്ടുള്ള അങ്ങനെ കുറച്ച് ചായകൾ അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പാലിൽ തന്നെ നമ്മൾ നല്ലൊരു പാൽ ചായ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വല്ല പാൽ ചായ കിട്ടുന്നത് നമുക്ക് അബദ്ധം പറ്റിയിട്ടായിരിക്കും പാൽ ചായ പലപ്പോഴും കിട്ടാറ്. അല്ലാണ്ട് നമ്മൾ ആഗ്രഹിച്ച് ആ പാൽ ചായ നല്ലൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡാണ് പിന്നെ കിട്ടുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ വീടുകളിലൊക്കെ ആവശ്യത്തിന് പശുവും അതുപോലെ പാലും തൈരും നെയ്യും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ നെയ്യ് അധികം നമുക്കൊരു കൈക്കറികൾ ചെയ്യാൻ പറ്റില്ല. അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അല്ലെന്നിട്ട് അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാനുള്ള ചാൻസ് കുറവായിരുന്നു.
മാക്സിമം നമ്മൾ എന്തെങ്കിലും പായസം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ എന്തെങ്കിലും വളരെ കുറച്ച് അതെ അതെ അതെ. അപ്പോൾ ലാസ്റ്റ് അവർ ചായയിലൊക്കെ ഒഴിച്ചു കൊടുക്കും. പണ്ടത്തെ ആൾക്കാർ ചായയിലൊക്കെ ഒഴിച്ചു അല്ല, അത് എനിക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ. കാരണം കട്ടൻ ചായയിൽ നെയ്യ് ഒഴിച്ച് കുടിക്കുന്ന കൊടുക്കും. ഞാനിവിടെ കർന്നൂമാരെ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ സമയത്ത്. കാരണം പാലൊന്നും സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടണമെന്നില്ല. പക്ഷെ ഇവരെന്തോ ഈ പ്രസവിച്ച് കഴിഞ്ഞേക്കുന്നവർ അങ്ങനെ എന്തോ, എനിക്ക് കറക്റ്റ് അറിയില്ല, ഓർമ്മയില്ല. പ്രസവിച്ച് കിടന്നവർക്കും കൊടുക്കാറുണ്ട്, നെയ്യ് എല്ലാം വട്ടി കൊടുക്കാറുണ്ട്. അത് കൂടാണ്ട് നമ്മളെല്ലാവരും അതെ കുട്ടികൾക്കും അതെ അതെ അതെ. ചായയിൽ നെയ്യ് ഒഴിച്ചു. അപ്പോൾ അതിന് റീക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ പാലൊഴിക്കാത്ത വേഷനുണ്ട്, പാലൊഴിച്ച വേഷനുണ്ട്. പാലൊഴിച്ച വേഷൻ്റെ പേര് നെയ്യുള്ളിച്ചായ. അതായത് ഉള്ളിയിൽ കുറച്ച് ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ട് അതും കൂടി ചേർത്ത് വഴറ്റിയിട്ട് ഒരു നെയ്യുള്ളിച്ചായ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്പെഷ്യലാണ് പാൽച്ചായ. ശരി. പിന്നെ ഒരു പിങ്ക് കളറിൽ ഉള്ളൊരു പിങ്ക് കിസ് എന്നാണ് ചായയുടെ പേര്. അങ്ങനെ ചായയിൽ പാല് ഒഴിച്ചത് തന്നെ പല വെറൈറ്റികൾ. നമ്മൾ സാധാരണ അത് കുറവാണ്, ചായയുടെ പരീക്ഷണങ്ങൾ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ബ്ലാക്ക് ടീയിലാണ് കുറച്ച് പരീക്ഷണങ്ങളുള്ളത്. പക്ഷേ മിൽക്ക് ടീയിലും ഞാൻ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 150 പരം മിൽക്ക് ടീ എൻ്റെ കളക്ഷനിലുണ്ട്. സാർ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചായ കുടിക്കാത്ത ഒരാളാണ്. സാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാനിങ്ങനെ ചായ ഇങ്ങനെ രുചിത്ത് നോക്കണം. അതായത് ഇപ്പം നെയ്യ് ഒഴിച്ചതെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പത്തിലുള്ള സംഭവം. ഇവരിങ്ങനെ എടാ അത് നല്ലതാണ്, കുടിച്ചോ, നിൻ്റെ ബുദ്ധിയൊക്കെ വളരും. അവർക്കറിയില്ലല്ലോ എനിക്ക് പൊക്കം വെക്കൂല, അതുകൊണ്ട് ബുദ്ധി ആവശ്യത്തിൽ കൂടുതലുണ്ടെന്ന്. അപ്പം ഞാനതുകൊണ്ട് അന്നും നമുക്ക് ചായയോട് താല്പര്യമില്ലാത്തതുകൊണ്ട് കുടിക്കുന്നില്ല. അപ്പം വീട്ടിലിങ്ങനെ പറഞ്ഞ് ഗ്രാൻഡ് പറഞ്ഞ് കേട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ ആയിരുന്നപ്പോഴും ഇവിടെ നിന്നും കർന്നമാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ ടേസ്റ്റ് നോക്കിയില്ല, എനിക്ക് ചായയോട് താല്പര്യം. പക്ഷെ സാറ് ഇതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുടിച്ച് നോക്കണം. ചില ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചായപ്രേമികൾ തീർച്ചയായിട്ടും ചായ കുടിച്ചിരിക്കണം. എൻ്റെ കുടിച്ചിരിക്കണം, ചായപ്രേമി. അപ്പോൾ അതുകൂടാണ്ട് ചായ ഇഷ്ടമല്ലാത്തവരും അതിൽ കോഫി ലവേഴ്സ് എല്ലാവരും ട്രൈ ചെയ്യണമെന്നാണ് പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അന്ന് മഴൽ മനോരമ ഷോ ചെയ്യുമ്പോൾ റിമി ടോമി ഉണ്ടായിരുന്നു. റിമി ടോമി കോഫി ലവറായിരുന്നു. അങ്ങനെ ആ ചായ കുടിച്ചതിന് ശേഷം പറഞ്ഞാൽ ഇന്നത്തോടൊരു ചായയുടെ ഫാനായിട്ട് മാറിയെന്നാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ അപ്പോൾ നമ്മൾ ഇന്ത്യൻസിന്, അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തുള്ളവർക്ക് ഇതുപോലെ ചായ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒളിമ്പ്യനാണെന്നുണ്ടെങ്കിൽ സിന്ധു, PV സിന്ധു, അതുപോലെ ആണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റർമാർക്ക് കുറച്ചേരം അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ ഒരവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത ഹോട്ടലിൽ കുറച്ച് ഇറ്റാലിയൻസ് വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് എവിടെയായിരുന്നത്? ഹോളിഡേയിലായിരുന്നു, കൊച്ചിൻ ഹോളിഡേയിലായിരുന്നത്. അപ്പോൾ അവർ കുറച്ചേറെ ദിവസം അവർ സ്റ്റേ ഉണ്ടായിരുന്നു. പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ട് 2-3 മാസം സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കുറച്ച് കഴിഞ്ഞ് അടുത്ത് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഒരു ദിവസം ചോദിച്ചു, എൻ്റെ സ്പെഷ്യൽ ചായ ഉണ്ട്, ഞാൻ ചായയിലിങ്ങനെ ഇത് ചെയ്യുന്നതാണ്, അപ്പോൾ ചായ ഒന്ന് ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പറയില്ല, ഞങ്ങൾ ജനിച്ചിട്ടൊന്നൊരു ചായ കുടിച്ചിട്ടില്ല, ഞങ്ങൾ ഇല്ലില്ല. അവർ കോഫി ലവേഴ്സാണ്, കോഫി മാത്രം കുടിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ചായ വേണ്ട, ഞങ്ങൾ ചായ ഇഷ്ടമല്ല, ചായ കുടിക്കാറില്ല എന്നാണ്. അപ്പോൾ ഞാൻ നിർബന്ധിച്ച. പിന്നെ വേറൊരു ദിവസം അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ചായ റെഡിയാക്കിയിട്ട് നമുക്ക് ചെറിയൊരു കപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു, ഞാൻ പറഞ്ഞു എൻ്റെ സ്പെഷ്യലിറ്റി അന്ന് പറഞ്ഞ സാധനമാണ്. കുറച്ചും കൂടി കഴിക്കാൻ പറഞ്ഞാൽ വലിയ കപ്പായിട്ട് വന്നു. അപ്പോൾ ചായ ഇഷ്ടമില്ലാത്തവരും മറ്റുള്ളവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടത്. ചായപ്രേമികൾ എന്തായാലും ട്രൈ ചെയ്യണം, അതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യണം. സാർ ഇപ്പോൾ അതിനൊരു വെറൈറ്റി ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുള്ളൊരിത്, ഇപ്പോൾ അത് സാറിൻ്റെ കയ്യിൽ ഇപ്പം അങ്ങനെ ഒരു സംഭവം കിടക്കുന്നുണ്ട്. സാറ് ഇപ്പോൾ റാഡിസൺ ബ്ലൂവിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം റാഡിസൺ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാർക്ക് വന്നിട്ടൊരു ചായ കുടിക്കാൻ പറ്റിയൊരു അവസരമില്ല. അപ്പോൾ സാറിൻ്റെ ഈ ഒരു അവസരം നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു വേദി എങ്ങനെ അത്? തീർച്ചയായിട്ടും ഞാൻ അതിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് പലരും ഇതൊരു ബിസിനസ് മോഡലിലേക്ക് മാറാൻ അങ്ങനെ ഒരു ഇത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ഇൻവെസ്റ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ഇത് ഇവിടെ മാത്രം വരുന്നവർക്ക് കുടിച്ചാൽ പോയി. ഇപ്പോൾ ഞാൻ ഉള്ള സ്ഥലത്താണ് ചായ മിക്കവാറും കിട്ടുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് മറ്റുള്ളവർക്കിലേക്ക് എത്തിക്കണം, മാക്സിമം ആൾക്കാരിൽ എത്തിക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി 1-2 പേര് അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരാൾ ഒരു ഇൻവെസ്റ്ററായിട്ട് വന്ന ആൾ, പുള്ളിക്ക് ചായ ഇഷ്ടമല്ല. പുള്ളി മാസത്തിൽ ചിലപ്പോൾ 1-2 ചായ കുടിക്കുള്ളൂ. പക്ഷേ പുള്ളി എൻ്റെ ചായകൾ കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് അതിലെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് അവർ നമുക്കൊരു വാണിജ്യപരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി പോകാന്നുള്ളൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമല്ലേ? ഇപ്പോൾ സാറ് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വന്നതെന്നറിയാമോ, പുറകിൽ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, നമുക്കൊരു ക്ലൗഡ് കിച്ചൺ ഓപ്പൺ ചെയ്തിട്ട്. കാരണം ഇവിടെയെന്ന് വെച്ചാൽ കുറേ വെറൈറ്റി ഓഫ് വലിയ ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു ഏരിയയാണ്, ആർട്ടിസ്റ്റുകൾ തന്നെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി സാധനമാണല്ല, ഇത് പേര് പെട്ടെന്ന് വന്ന ആവശ്യക്കാർ വന്ന് കുടിക്കുന്നതാണ്. അല്ലാണ്ട് ഇതിന് നമ്മൾ ആഡ് മാത്രം മതി. വണ്ടി ഇരുന്ന് ഈ ചായയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, സാറിപ്പോൾ ചായയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഈ ചായക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വിൽക്കുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്.
അറിയാമല്ലോ. മിൽക്ക് അപ്പോൾ ഞാൻ ഇതേ ഒരു അനുഭവം എനിക്കുണ്ട്. ഞങ്ങളൊരു പുതിയൊരു കൗ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം, അതിൻ്റെ ഒരു പുതിയ വെച്ചാൽ ഉണ്ട് അത്, പക്ഷെ അത് എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം ഞാൻ നമ്മുടെ ഒരു മേജർ ഒരു ഔട്ട്ലെറ്റാണ് അവരുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പോയിട്ട് ഞാൻ ഈ സാമ്പിളായിട്ട് പോയി. അവിടെ കക്കനാട് ഇടച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് സാമ്പിൾ കൊടുത്തു. ഞാൻ പറഞ്ഞു മൊയ്തീൻ സാഹിബ് ഇത് ഉണ്ടാക്ക്. പുള്ളി ഉണ്ടാക്കിയിട്ട് എനിക്കെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മാഷേ ഞാൻ കുടിക്കൂല. ഞാൻ നിങ്ങളൊരു ഗ്ലാസ് കുടിക്കാൻ പറഞ്ഞു. പുള്ളി കുടിച്ചിട്ട് പറഞ്ഞ് കുഴപ്പമില്ല, മറ്റേൻ്റെ അത്രയും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു ഗ്ലാസ് കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി ഫ്രണ്ടിൽ 4 പെമ്പിള്ളേർ ചായ കുടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു സാഹിബ് കുഴപ്പമില്ലല്ലോ, ഞാനൊന്നവിടെ കൊണ്ടുപോയി കൊടുത്തോട്ടെ. ഓ അതിന് പ്രശ്നമില്ല. ഞാൻ ചായ ടിഷ്യൂവിൽ കൊണ്ട് ഗ്ലാസ് പാക്ക് ചെയ്തിട്ട് തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് കുടിച്ചിട്ടൊന്ന് റിവ്യൂ പറയണം കേട്ടോ, കാരണം പുതിയ ഒരു മിൽക്കാണ്, അപ്പോൾ അതിൻ്റെ റിവ്യൂ തന്നെ ഒന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ പോയി കൗണ്ടറിൽ പോയിട്ട് നിന്നു. കുറച്ച് നേരത്തേക്ക് പിള്ളേർ അവിടെ നിന്നിട്ട് പറഞ്ഞപ്പോൾ മൊയ്തീൻ സാഹിബ് എന്നോട് പറഞ്ഞു അവർക്ക് ഇങ്ങനെ ഓക്കെ അടിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഞാൻ പോകണേട്ടോ, ഞാൻ അവിടെ ചോദിച്ചിട്ട് പോകട്ടാന്ന് പറഞ്ഞു. അതിൻ്റെ പൈസ മേടിക്കണ്ട, ഞാൻ പ്രത്യേകം പറഞ്ഞു അതിൻ്റെ പൈസ പിള്ളേരൊന്നും മേടിക്കട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ കൊടുക്കണ്ട കേട്ടോ, ഇത് സാമ്പിളാണ് എന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. പറഞ്ഞു നല്ല ചായ കേട്ടോ, വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്നെ ചായ. കാരണം അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, ഫാറ്റില്ല, എനിക്കറിയാം. അത് നാടൻ പശുവിൻ പാലാണ്. അപ്പോൾ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യം ഇതാണ്. കാരണം ഞങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ പോലും അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ചായ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഒരു കാരണം അവർ പിള്ളേർ പറയുകയും ചെയ്തു ചേട്ടാ ഇതിന് ഞങ്ങളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ അത്രയും കുഴപ്പമില്ല, അത് 4.5 ആണ്, ഇത് 3.2 ഉള്ളൂ. ആ വ്യത്യാസം അവിടെ ഉണ്ട്. മറ്റേത് 4.5 ആണ്, ഇത് 3 ഡയറക്റ്റ് സാധനമാണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇന്ന പോലെയാണ്. നാടൻ പശുവിൻ്റെ പാലിൽ എപ്പോഴും കൊഴുപ്പ് കുറവായിരിക്കും. ഞാൻ പറഞ്ഞു ഇത് പശു നാടൻ പശു. അപ്പോൾ അവർ പറഞ്ഞത് പക്ഷെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ പോലത്തെ ഒരു ചായയുടെ ടേസ്റ്റ്. ആ നാടൻ പശുവിൻ്റെ പാല് കുടിച്ച് വളർന്ന കുട്ടികളായിരിക്കും. അതെ അതെ. അപ്പോൾ ഈ ചായയുടെ ബിസിനസ് സാധ്യതകളിൽ എനിക്ക് ആദ്യം കാണിച്ചതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള പുള്ളിയുടെ പേര് രംഗു എന്നാണ്. രംഗു ആൻഡ് അന്ന, ഇവർ 2 പാർട്ട്നേഴ്സാണ്. അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സ്പാക്ക് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒരു സമ്പാദ്യം മാഗസിൻ, ഇതിൻ്റെ 2ന്റെ മോണിറ്ററാണ്. സമ്പാദ്യം മാഗസിൻ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇത് അവർ ഞാൻ വർക്ക് ചെയ്ത ഹോട്ടലിൽ മിക്കവാറും ഉണ്ടാവാറുണ്ട്. അവർ ഫംഗ്ഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നല്ല അവരുടെ ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ അതിനുശേഷം ഞാൻ ആദ്യത്തെ ചായ കൊടുത്തു. അപ്പോൾ രംഗു അന്നയും ചായ പ്രേമികളായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ പോയി ചായ കുടിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ തന്നെ അവർ താമസിക്കുന്നിടത്ത് പനമ്പള്ളി നഗറിൽ നിന്ന് എടപ്പള്ളിയിൽ ഒരു ടീ ഷോപ്പ് ഉണ്ടായിട്ട് അവിടെ നല്ല ചായ ഒന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ ട്രാഫിക് ബ്ലോക്കെല്ലാം താണ്ടിയിട്ട് അവിടം വരെ വണ്ടി ഓടിച്ച് വന്നിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ രഘു പറഞ്ഞത് ഇതിന് ഒരുപാട് സാധ്യതകളുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ചായ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുന്നതാണ്. അല്ല എന്താണെന്ന് വെച്ചാൽ സാറേ, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞു, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഡൈവേർട്ടായി പോയതാണ്. ഇന്നത്തെ ന്യൂജൻ പിള്ളേർക്കും പഴയ ആൾക്കാർക്കും, ന്യൂജൻ മാത്രമല്ല എല്ലാവർക്കും ചായ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്, തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഒരു ടൈം പാസ് പോലെയാണ് ടീ എന്ന് പറയുന്നത്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ചായ കുടിക്കാനായിട്ട് അവർ വരുന്നത് ഒരു ചായക്കടയിൽ വരുന്നു, ഒരു സിഗരറ്റ് കത്തിക്കുന്നു, ഒരു വെറൈറ്റി ചായയും പറയുന്നു, ചായയും കുടിച്ച് അവരൊരു ആസ്വാദനം എന്ന് പറയുന്നത് ഒരു 1/2 hour ടൈമാണ്. ഞാൻ ഇന്ന് ഈ കടകളിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടേക്കുന്നത് യൂത്താണ് കംപ്ലീറ്റ് വന്നിട്ട് ഒരു 6 മണി 7 മണിക്ക് ശേഷം ഷോപ്പുകൾ ഫില്ലാണ്. എസ്പെഷ്യലി കുസാരിൻ്റെ പുറയിൽ എല്ലായിടത്തും തന്നെ. ഇപ്പോൾ ടീ ഷോപ്പുകൾ മുമ്പ് അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നില്ല. ഏതൊരു ജംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ട് ടൗണിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഹൈവേയിൽ സംസാരിച്ചാൽ അറിയാം, ഇപ്പോൾ നമ്മളൊരു 10 കിലോമീറ്റർ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 15-20 ചായക്കടകളുണ്ട് മിനിമം. അതായത് എടപ്പള്ളി ടു, ഞങ്ങളിപ്പോൾ കണക്കെടുത്താണ്, എടപ്പള്ളി ടു നമ്മുടെ എയർപോർട്ട് സിഗ്നൽ വരെ, എയർപോർട്ടിന് അങ്ങോട്ട് അകത്തേക്ക് കൂട്ടുന്നില്ല, എയർപോർട്ട് സിഗ്നൽ വരെ ഒരു 3 വർഷം മുമ്പ് അന്ന് അവർ പറഞ്ഞേക്കുന്നത് 163 136 കട അങ്ങനെ എന്തോ ഇത് പറഞ്ഞത്. ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ 3 വർഷത്തിന് ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കുറഞ്ഞൊരു 500 കടയുണ്ടാവും. തീർച്ചയായിട്ടും 500 ഷോപ്പ്, ടീ ഷോപ്പ്. അത് ഒരെണ്ണോ അല്ല, ഇവിടെ ഒരു ടീ ഷോപ്പ് വന്ന അതിന്റെ വിത്തിന് 10 മീറ്റർ ഇപ്പുറത്ത് അടുത്തത് അടുപ്പിച്ച് കടയാണ് വന്നത്. പക്ഷേ ചായ എന്നെ സംബന്ധിച്ച് ഒരു ആസ്വാദനമാണത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആസ്വാദനം. നമ്മൾ വെറുതെ ചായ കുടിച്ച് ഒരു
ചിലപ്പോൾ നമുക്കിപ്പോൾ രാവിലെ ചായ കുടിക്കണം, അതല്ല വൈകിട്ട് ചായ കുടിക്കണം, ഒരു ചടങ്ങ് പോലെ കുടിക്കുന്നവരുണ്ട്. ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു ആസ്വദിച്ച് കുടിക്കണം. ഒരു ചായ ഒരു ദിവസം കിട്ടിയാലും ഞാൻ ഒരു ദിവസം 10, 20, 25 ചായ കുട്ടിയെല്ലാം കുടിക്കാൻ റെഡിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് പക്ഷേ ആ 25 ചായ നല്ലതായിരിക്കണം. നല്ല ചായ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആസ്വദിച്ച് കുടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കടകൾ ഒരുപാടുണ്ടെങ്കിലും നല്ലൊരു ചായ കിട്ടൽ വളരെ അപൂർവമാണ്. സത്യം. അപ്പോൾ അതിന് ഞാനെന്താ എൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചായ ആയാലും 10 ചായ ആയാലും 100 ചായ ആയാലും അതിന് ഒരേ ടേസ്റ്റ്. അത് ഇന്ന് കുടിച്ചാലും നാളെ കുടിച്ചാലും ഒരു മാസം കഴിഞ്ഞ് കഴിച്ചാലും അത് ഒരേ ടേസ്റ്റ്, ആ കൺസിസ്റ്റൻസി നിലനിർത്തുന്നതോട് അതുകൂടി എൻ്റെ ഈ ചായയുടെ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അല്ല, സാറ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ ഈ ഒരു ഹോട്ടലിൽ പേര് പറയുന്നില്ല, കാരണം നമ്മളങ്ങനെ ആരെയും ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവർ വളരെ ഫേമായിട്ടുള്ള ഒരു ഫാമിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല. കാരണം അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. എനിക്കെന്തോ ഒരു തൃപ്തിക്കുറവ് എനിക്കത് ഫീൽ ചെയ്തു. വെജിറ്റേറിയൻ ആണ്, പക്ഷെ എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഹാപ്പി ആയില്ല. ഞാൻ അതിനേക്കാളും ചെറിയ കടകളിൽ പോയിട്ട് നമുക്ക് നല്ല മസാല ദോശയും നെയ്റോസ്റ്റും കിട്ടണമെന്നൊരു ചിന്താഗതി എനിക്ക് വന്നു. ഇത് അതിനേക്കാളും കൂടുതൽ പൈസയും കൊടുക്കണം, തിരക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്തില്ല. അപ്പോൾ ചായ ഞാൻ ചായപ്രേമിയല്ല, ചായ കുടിക്കുന്ന ഒരാളല്ല, കാപ്പിയോടും താല്പര്യമില്ല, പാലും കുടിക്കുന്ന ഒരാളല്ല. അപ്പോൾ പക്ഷേ എന്നേക്കാൾ കൂടുതൽ ചായ ആസ്വദിക്കുന്നത് എൻ്റെ വൈഫാണ്. പക്ഷെ സാർ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും സാറിൻ്റെ വെറൈറ്റി ഓഫ് ചായകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചായകൾ കുടിച്ചുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെന്നൊരു, കാരണം കാണാത്തൊരു സംഭവം, കേൾക്കാത്ത സംഭവം. ചായ എന്ന് പറഞ്ഞ ചെറുപ്പത്തിലെ ചിലപ്പോൾ കുറച്ച് കുടിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയില്ല. ഇപ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിൽ വരുന്നു എന്ന് വിചാരിച്ചു, താത്ത ചിലപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചായ എടുത്ത് തരുന്നു. നോർമലി മുന്നിൽ കൊണ്ടുവന്ന് ചായ വെക്കുമ്പോൾ അയ്യോ ഞാൻ ചായ കുടിക്കൂല, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത്. ഞാൻ ആകെ പറയും ഒരു ഗ്ലാസ് കൊണ്ടുവരുമെന്നേക്കും. ഞാൻ കുടിക്കാത്ത ആളാണ്, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് താല്പര്യമില്ല. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, അവരെടുക്കാൻ പോകുന്നതിന് മുമ്പ് ചായ, ചിലവർ പറയും ചായ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് ചായ വേണ്ട, എനിക്ക് ഗ്ലാസ് വെള്ളം മതി, ഞാൻ ചായ കുടിക്കൂല. അന്ന് നാരങ്ങ വെള്ളം എടുക്കട്ടെ, നാരങ്ങ വെള്ളം എടുത്തോ, പക്ഷെ ഉപ്പ് ഇടാൻ പാടില്ല, പഞ്ചസാര ഇടാൻ പാടില്ല. എനിക്ക് നാരങ്ങയുടെ നീര് മാത്രം ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഒഴിച്ച് തന്നാൽ മതി, ഞാൻ അങ്ങനെ കുടിക്കുന്നത്. അപ്പോൾ ചായ ഞാനിപ്പോൾ സാറിനെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് എക്സ്ട്രാ ചോദിക്കും, പകുതി എടുത്തിട്ട് ഞാനത് കുടിക്കും. എന്നും പറഞ്ഞ് ഞാൻ ചായപ്രേമിയല്ല, എനിക്ക് ചായയുടെ ടേസ്റ്റ് താല്പര്യമില്ല. പക്ഷെ സാർ ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് സാറിൻ്റെ വെറൈറ്റി ഓഫ് ടീസ് എനിക്ക് കുടിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മിക്ക ചായകളും ഇതിൽ മധുരമുള്ളതാണ്. ഞാൻ മധുരമില്ലാത്ത ആദ്യത്തെ ചായ ചെയ്യുന്നത് എൻ്റെ സ്പെഷ്യൽ ടേസ്റ്റിൽ ചെയ്യുന്നത് മ്യൂസിക് ഡയറക്ടർ ശരത് സാറിന് വേണ്ടിയിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിധുപ്രത പരിചയപ്പെടുത്തിയത് തന്നെ ഇത് ഷെഫ് ടീ സ്പെഷ്യലിസ്റ്റാണ്. ഷെഫിൻ്റെ ചായ എന്തായാലും ശരത്തേട്ടൻ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാണ് വിധുപ്രതാവിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എനിക്കറിയാം പുള്ളി മധുരം കഴിക്കില്ല എന്നറിയാം. അപ്പോൾ പക്ഷേ എൻ്റെ ചായകളാണ് എല്ലാം മധുരമുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ധർമ്മസങ്കടത്തിലായെന്ന് പറയാം. പക്ഷെ എന്നാലും ഞാൻ വിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഒരു ചായ ഉണ്ടാക്കി. മിമോണി ചായ എന്നാണ് എൻ്റെ പേര്. എങ്ങനെ? മിമോണി. അതിൽ ആ ഇൻഗ്രീഡിയൻസിന്റെ കുറച്ചൊക്കെ പേരൊക്കെ ഇടുന്നത് ഒരു ട്രിക്കി പേരുകളാണ്. അതിൽ ഇൻഗ്രീഡിയൻസ് വെച്ചൊരു കണക്ഷനുള്ള പേരുകളാണ് കണക്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചായ എനിക്കൊരു ഭയം ഉണ്ടായത്, കാരണം വെച്ചാൽ മധുരം ഇല്ലാത്ത ചായ എങ്ങനെ ആയിരിക്കും എൻ്റെ ഇത് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ശരത് സാറ് ചോദിച്ചത്, ചായ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാല്ലേ, ഇത്ര നന്നായിട്ട് ഉണ്ടാക്കാൻ ഇല്ല എന്നാണ് ശരത് ഏട്ടൻ എൻ്റെ മറുപടിയായിട്ട് പറഞ്ഞത്. എനിക്കൊരു ഭയങ്കര ഒരു ആത്മവിശ്വാസം. പിന്നെ തീർച്ചയായിട്ടും അതൊരു അംഗീകാരം തന്നെയാണല്ലോ, ഒരു അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ മിമോണി അത് വിത്തൗട്ട് ഷുഗർ, അത് വിത്തൗട്ട് ഷുഗറാണ്. വിത്ത് ഷുഗറിലും കഴിക്കാം, പക്ഷെ വിത്തൗട്ട് ഷുഗറിലും നല്ലതായിരിക്കും. അതെ. പിന്നെ വേറെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 26, 21 ഇൻഗ്രീഡിയൻസ് ഉള്ള ചായ വെറൈറ്റികളാണ്. ചായകളിൽ എൻ്റെ സാധാരണ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ പലരും ചായ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഒന്നല്ലേ പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായ. പാൽ ചായയിൽ തന്നെ വെള്ളം കൂട്ടി, വെള്ളം കുറച്ച്, കടുപ്പം കൂട്ടി, അതെ. പിന്നെ ചുക്ക് കാപ്പി, ആ പറഞ്ഞ പരിപാടികളൊക്കെ. പിന്നെ ബ്ലാക്ക് ടീയിലാണെങ്കിൽ ലൈം, മിന്റ്, കാവ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഗൾഫുകാരത്. അതെനിക്കറിയില്ല, ഞാൻ ഇന്നുവരെ ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, പക്ഷെ കാവ ഞാൻ ഇന്നുവരെ കുടിച്ച് നോക്കിയിട്ടില്ല. കാഫ് അത് അറബിക് കോഫിയാണ്. അപ്പോൾ എൻ്റെ ഒരു ചായയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായയിൽ മിനിമം 5 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 5 മുതൽ ചിലതിൽ 7 ആവും, അത് ചിലതിൽ 10 ആവും, ചിലതിൽ 12 ആവും. അങ്ങനെ മാക്സിമം ഏറ്റവും കൂടിയ ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ് 21 ഇൻഗ്രീഡിയൻസ് ഉള്ള സൂപ്പർ ഫുഡ്. അപ്പോൾ ഒരു ചായയിൽ മിനിമം 5 ഇൻഗ്രീഡിയൻസ്. 5 ഇൻഗ്രീഡിയൻസ് വെറുതെ നമ്മളൊരു പേരിട്ടിട്ട് കാര്യമില്ല. ഈ 5ൻ്റെയും ആ ടേസ്റ്റ് നല്ല കോമ്പിനേഷൻ ആയിരിക്കണം. നമുക്കൊരു ആ സലൈവ കിട്ടുക, നമുക്ക് കുടിക്കുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റണം. ആ 5 ഇൻഗ്രീഡിയൻസിൻ്റെ 5ൻ്റെയും ടേസ്റ്റ് നമ്മുടെ നാവിൻ്റെ ആ രുചിമുകളിൽ കിട്ടിയിട്ട് അങ്ങനെ ആ ഇത് ബാലൻസ് ചെയ്ത് പോകണം.
അപ്പോൾ അത് മിക്കവാറും പറയാറുണ്ട്, കഴിക്കുന്ന എല്ലാവരും തന്നെ പറയാറുണ്ട് ആ ടേസ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ടെന്നുള്ളൊരു ഇത് പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഹണി റോസ് എന്ന് പറഞ്ഞ ചായ ഉണ്ട്. അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹണിയും ആൻഡ് റോസ് പെറ്റൽസും, അതുകൊണ്ടാണ് പേര് യൂസ് ചെയ്തത്. പക്ഷേ ഹണി റോസ് എന്ന് പറയുമ്പോൾ ചായ കുടിക്കുന്നത് സാധാരണ എല്ലാവരും ചായ കുടിച്ചതിന് ശേഷമാണ് സന്തോഷവാന്മാരാവുന്ന അല്ലെങ്കിൽ ആഹ്ലാദം കാണിക്കാറ്. പക്ഷേ ഇത് ഹണി റോസ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ പലരും ആഹ്ലാദം ആവാറുണ്ട്. അതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ടീയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ടീനെ ഒരുപാട് ആൾക്കാർ പണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നതാണത്. അതിലൊന്ന് പാല് വേണ്ട, പഞ്ചസാര വേണ്ട, പിന്നെ രണ്ടാമത് ചോദിക്കില്ല, പിന്നെ നമ്മൾ ഭയങ്കര റിച്ചാണെന്ന് തോന്നും. അഞ്ചാമത്തേന്ന് പറയുന്നത് ഇനി ചിലപ്പോൾ ആൾക്കാർ ഗ്രീൻ ടീ പേടിച്ച് വീട്ടിലേക്ക് വരില്ല. പക്ഷെ അതിനെ എഗൻസ്റ്റ് ആയിട്ട് ആണ് ഞാൻ ഇതിൽ ഹണി റോസ് ഗ്രീൻ ടീയിൽ ആ ഫ്ലേവറിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ വീട്ടിൽ നിന്ന് മാറാൻ പോവില്ല എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. അല്ല സാർ, ആ പേരും ഈ പറഞ്ഞ പോലെ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞത് നന്നായി. കാരണം അല്ലെങ്കിൽ ഇനി അതൊരു കേസിന് പോകേണ്ട കാര്യമൊന്നുമില്ല സാറിന് ഇത് എഗെയിൻസ്റ്റ് ആയിട്ട്. കാരണം ഹണിയും പിന്നെ അതിന്റെ റോസ് പെറ്റൽസ് ഇട്ടേക്കുന്നത്, പിന്നെ അത് ഹണി റോസ് നമുക്ക് വേറെ അത് രണ്ട് ചേർത്തുള്ള പേരിൽ ഇടാൻ പറ്റുള്ളൂ, വേറെ രക്ഷയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അതും ഒരു കേസിന് പോകണ്ടല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡാണ്, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അത് ഒരു വെറൈറ്റിയാണ്. പിന്നെ ലാലേട്ടൻ മമ്മൂക്കാടെ കേസ് പറഞ്ഞു, നമുക്ക് അതും കൂടി ഒന്ന് പറയാം. അതുകൂടാണ്ട് ഞാനിപ്പോൾ നമ്മുടെ ഇത് കസ്റ്റമൈസ്ഡ് ടീ ചെയ്യുന്നുണ്ട്. അതായത് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് അടുപ്പം തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മലയാളികളുടെ എല്ലാവരും ഒരു അഹങ്കാരമാണ്, അതുപോലെ എല്ലാവരുടെ ഒരു സ്നേഹം ഉള്ള ആൾക്കാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അപ്പോൾ അവരുടെ പേരിൽ ഞാൻ ഓരോ ചായ ചെയ്തിട്ടുണ്ട്. അത് റിവീൽ ചെയ്തിട്ടില്ല അവരുടെ പേരിൽ. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും അതുപോലെ അവരുടെ ചില സവിശേഷതകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചായയാണത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ഉടനെ റെഡിയാക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ചായ, ഈ 500 വെറൈറ്റി ചായ നമുക്ക് എന്തായാലും അത് നമ്മുടെ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ചായ പ്രേമികളായ എല്ലാവരോടും ഈ ചായ നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലൈവായി പോയിരുന്ന് കുടിക്കാനുള്ള അവസരം ഷിയാബ് സാർ ഉണ്ടാക്കി തരുന്നതായിരിക്കും. നമുക്കൊരു അടിപൊളി പ്ലേസും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഉടനെ തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ ചായ അവിടെ നിൽക്കട്ടെ. ഫുഡിൻ്റെ കാര്യം എന്താണ് സ്പെഷ്യാലിറ്റി? ഫുഡിൽ എപ്പോഴും എൻ്റെ നാടൻ ഫുഡിനോടാണ് എനിക്ക് എല്ലാ തരത്തിലുള്ള ഫുഡ് എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നാടൻ ഫുഡാണ് കഴിക്കാൻ എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതിൽ നാടൻ ഫുഡിൽ തന്നെ നമുക്ക് ഓതൻറ്റിക് ആയിട്ടുള്ള ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാനായിട്ട്. പക്ഷേ ഓതൻറ്റിക് ആയിട്ടുള്ളതിലും അതിൽ കുറച്ച് നമുക്ക് വെറൈറ്റീസ് കുറവാണ്. ആക്ച്വലി വെച്ചാൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓതൻറ്റിക് ആയിട്ടുള്ള ഫുഡ് എടുത്തിട്ട് കുറച്ച് ഇന്നോവേറ്റീവ് വേയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പേരും നമ്മളൊരു പുതുമയുള്ള പേരും ഇട്ടിട്ട്, പക്ഷേ സാധനം ആ ഫുഡ് എന്ന് പറയുന്നത് പക്ക ഓതൻറ്റിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഷുകൾ, എൻ്റേതായ ഡിഷുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫിഷിലാണെന്ന് അതിൽ ഏതെങ്കിലും ഒരു പേര്, ഡിഷിൻ്റെ പേര് പറയാം? ഫിഷിൽ എനിക്ക് 1-2 ഫിഷ് കറി ഉണ്ട്. മീൻ ഉല്ലാസ എന്ന് പറഞ്ഞിട്ട് ഫിഷ് കറി ഉണ്ട്. പിന്നെ മീൻ ചിമിട്ടൻ തവ ഫ്രൈ, ബീഫിലാണെന്നുണ്ടെങ്കിൽ ചുട്ടിറച്ചി, ചിക്കനിലാണെന്നുണ്ടെങ്കിൽ ചോരക്കോഴി. കളറാണ്, നാച്ചുറൽ ആയിട്ടുള്ള കളറൊക്കെ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ്. വിശക്കാൻ തുടങ്ങിയിട്ടാ. ബിരിയാണി കൊണ്ടുവരാന്ന് പറഞ്ഞോ പറ്റിച്ച്, അതൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു. അതിന് വരെ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ ബിരിയാണിക്ക് ബുക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞൊരു ഫിഷിന്റെ പേര് പറഞ്ഞല്ലോ, മീൻ ചിമിട്ടൻ തവ ഫ്രൈ. മീൻ അതെന്താണ്, വലിയ മീനാണോ തവ? അല്ല, അത് നമ്മൾ നെയ്മീൻ അല്ലെങ്കിൽ ചെമ്പല്ലി, അതിലായിരിക്കും ഏറ്റവും നന്നായിട്ട് വരിക. ഫിഷ് കറിയാണത്. ഓക്കെ, കറിയാണത്. ചിമിട്ടൻ തവ ഫ്രൈ എന്ന് വെച്ചാൽ നമുക്ക് ഏതില് ചെറുതിലും ഈ റാഡിസം ബ്ലൂവില് ഫുഡിന്റെ ഒക്കെ പാസ് കിട്ടൂലേ? ഇല്ല. പക്ഷെ എന്തൊരു കഷ്ടമൊന്നുമില്ലേ, വെറുതെ വല്ലപ്പോഴൊക്കെ പാസ്സൊക്കെ തന്നൂടെ? അല്ല, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഇത്ര ദിവസം താമസിക്കാനുള്ളൊരു സ്കീമുണ്ട് സാറേ. അപ്പം ഞങ്ങൾ ഓൾറെഡി ക്ലബ് ബോക്സിൽ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടിട്ട്, പക്ഷെ അത് നിങ്ങളുടെ ഹോട്ടലായിട്ട് ടൈപ്പ് ഇല്ല. മെമ്പർഷിപ്പ് ഫോംസ് അത് എല്ലാ ഹോട്ടൽസിലും. അപ്പം ഞങ്ങൾക്ക് ക്ലബ് ബോക്സിന്റെ മെമ്പറാണ് ഞങ്ങൾ, ബോബി ചമ്മണ്ണൂരിൻ്റെ. അപ്പോൾ അത് ഞങ്ങൾക്കുള്ളപ്പോൾ അത് സ്റ്റാർ ഹോട്ടലിൽ തന്നെ, 3 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾക്ക് പോകാൻ സാധിക്കും. അത് പക്ഷേ അവര് ക്ലബായിട്ട് കണക്ട് ആയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ ക്ലബ് മഹീന്ദ്രൻ ഉണ്ട്, നിങ്ങളത് ക്ലബ് മഹീന്ദ്ര ഉണ്ട്. പക്ഷെ അതിൻ്റെ ബ്രദറിലൊക്കെ ഓൾറെഡി ക്ലബ് മഹീന്ദ്ര ഉണ്ട്. പക്ഷെ അവരെന്ന് വെച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പുറത്തെവിടെയെങ്കിലും പോയി നിൽക്കുക, മൂന്നാർ അങ്ങനെയൊക്കെ പോകുള്ളൂ. ഇത് കൊച്ചിക്കാർ നമ്മളെന്തിനാണ് എറണാകുളത്ത് താമസിച്ച് എറണാകുളത്ത് തന്നെ പോയിട്ട് റൂമിൽ കാണാം. അപ്പോൾ ഇത് ഫുഡിൽ അങ്ങനെ ഫിഷിൻ്റെ അകത്ത് അതാണ് വന്നത്. പിന്നെ മറ്റേ ചിക്കൻ
ഒരു ഡിഷിന്റെ പേര് പറഞ്ഞില്ല, എന്താണ്? ചോരക്കോഴി. അതാണ് ഈ ചോര. ചോര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ റെഡ് കളറിൽ വരും. നാച്ചുറൽ കളർ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ റെഡിഷ് കളറിൽ വരുന്നുണ്ട്. അതിന്റെ പേര് ചോരക്കോഴി. എരിവായിരിക്കും കൂടുതൽ അല്ലേ? എരിവ് അല്ല, മീഡിയം സ്പൈസി ഉള്ളൂ. പക്ഷെ അതിന്റെ കളർ നല്ലൊരു അട്രാക്റ്റീവ് കളറായിരിക്കും. കളർ കാണുമ്പോൾ എരിവ് തോന്നണം. പ്രസന്റേഷൻ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ശരി തന്നെ. ഇതിന്റെ കൂടുതൽ എന്താണ് സൈഡ് ഡിഷായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? പൊറോട്ടയാണോ അതിൽ ടേസ്റ്റ് വരുന്നത്? പൊറോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചിട്ട് ഹെൽത്തിയസ്റ്റ് പാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒപ്പം ഞാൻ പ്രിഫർ ചെയ്യാറ്. അതായത് നമ്മൾ മുരിങ്ങയില ചേർത്ത പൊറോട്ട, അത് ആട്ടയിൽ ചെയ്യുന്നത്, ഗോതമ്പ് പൊടിയിൽ മുരിങ്ങയില ചേർത്തിട്ടുള്ള പൊറോട്ട. അതുപോലെ പിന്നെ ചീര ചേർത്തിട്ടുള്ള, ചുവന്ന ചീരയും പച്ചച്ചീരയും ചേർത്തിട്ടുള്ള പൊറോട്ട. അതുകൂടാണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഇപ്പോൾ റൈസും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. റൈസ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഒന്ന് ചോറ് വറ്റിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. സാർ ഇനി എപ്പോഴാണ് ലീവ് എടുക്കുക? അല്ല, ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടെ മേടിച്ചെന്നിട്ട് സാറിനെ കൂടെ ഉണ്ടായിക്കാലോ. ലീവ് എടുക്കുന്നില്ല, ലീവേ എടുക്കുന്നത്. ഓക്കെ, സാറിന് എപ്പോഴും വീട്ടിലുണ്ടാവുക അത് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വരാം. എനി ടൈം. ഓക്കെ. അല്ല, സാറിന് ഞാനൊരു ചായ ലവറല്ല, എന്നാൽ ഞാൻ അധികം ഭക്ഷണം കണ്ടമാനം ക്വാണ്ടിറ്റി കഴിക്കുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിപ്പിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഡിഷ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വെറൈറ്റി ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. എൻ്റേതായ എനിക്ക് ബാർബിക്യൂ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്, സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാനും വൈഫും കൂടി ട്രിവാൻഡ്രം പോകും. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവന്മാർ വിളിച്ചു വരുത്തും. അപ്പോൾ അതിൻ്റെ കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു അറബിക് സ്റ്റൈൽ ചിക്കൻ, നമ്മുടെ കറങ്ങുന്ന കോഴി ഉണ്ടല്ലോ, അത് നമ്മൾ സ്കിന്നൊന്നും കളഞ്ഞിട്ട് തന്നെ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കും, ഗ്യാസിൽ. അങ്ങനെ കുറച്ച് നമ്മൾ ഇന്ത്യക്കാർ മാത്രമാണ് സ്കിന്ന് കളഞ്ഞിട്ട് ചിക്കൻ ഉപയോഗിക്കുള്ളൂ. ബാക്കിയെല്ലാം കാര്യം ഇപ്പോൾ ഏഷ്യൻസ്, ഇപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് അവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂറോപ്പിലായിക്കോട്ടെ ആരും ചിക്കൻ്റെ സ്കിൻ കളയില്ല. പക്ഷെ നമുക്കത് കാണുമ്പോൾ മനസ്സിലൊരു ഇതില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അറബിക് ഡിഷ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതിൽ സ്കിൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ, അതെന്ന് വെച്ചാൽ മസാല ശരിക്കും അതിനകത്ത് പിടിക്കുകയും ചെയ്യും. മസാല പിടിക്കുമ്പോൾ കുറച്ച് ഒരു ക്രിസ്പി ആയിട്ട് കിട്ടിയത് ഭയങ്കര ടേസ്റ്റാണ്. കറക്റ്റ്. അതെനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞത് കറക്റ്റാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് കൊച്ചിയിൽ ക്രിസ്ത്യൻസ് സ്കിന്ന് കളയിൽ വളരെ കുറവാണ്. ഞാനൊരു കല്യാണ വീട്ടിൽ പോയിട്ട്, നമ്മൾ പണ്ട് നാടൻ കോഴിക്ക് കളയില്ലായിരുന്നു. ആണല്ലേ? നമ്മുടെ ബ്രോയിലർ കോഴി വന്നതിന് ശേഷമാണ് ഇവിടെ കളഞ്ഞു തുടങ്ങിയത്. പണ്ട് നാടൻ കോഴിക്ക് കളയില്ലായിരുന്നു. ആണല്ലേ? എനിക്ക് അതിനെ കുറിച്ച് അത്ര ഐഡിയ ഇല്ല. കാരണം നാടൻ കോഴിയായിരുന്നു പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ മേടിച്ചിരുന്ന് വെച്ചത്. ഇപ്പോഴും നാടൻ കോഴിനോട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഇത് കടിച്ച് പറിക്കണ കാര്യം എടുക്കുമ്പോഴൊരു അത് പോട്ടെ, അത് പിന്നെ പറയാം. ഇതാണ് സാറിങ്ങനെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ വായിലിങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾ. അപ്പോൾ സാറേ, എന്തായാലും ഇനി സാർ അതിൽ പറയാൻ വിട്ടിട്ടുണ്ടോ? സലാഡ് വെറൈറ്റിയിൽ സാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സലാഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ കിട്ടുന്ന സാലാഡ്സ് ഉണ്ട്. അതായത് ഇൻ്റർനാഷണൽ സലാഡ് നമ്മൾ വേൾഡിൽ എവിടെ ചെന്നാലും കിട്ടും. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വന്നാലും ശരി, ആന്ധ്രയിൽ പോയാലും ശരി, ബോംബെയിൽ ചെന്നാലും ശരി, അതുപോലെ ഇന്ത്യയുടെ ഏത് ഭാഗത്തും അത് നല്ല ഒരു ക്ലാസിഫൈഡ് ആയിട്ട് ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ. അല്ല, ആ സാലഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് വരുന്നത്? അത് മെയിനായിട്ട് ലെറ്റ്യൂസ് ആണ്. എല്ലാത്തിലും ലെറ്റ്യൂസ് ഉണ്ടാവും, പിന്നെ അതിൽ കുക്കുംബർ ഉണ്ടാവും, ടൊമാറ്റോ ഉണ്ടാവും, പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ നോർമൽ എന്ന് പറയുന്നത് നമ്മുടെ സീസർ സലാഡ്, ദെൻ ഗ്രീക്ക് സലാഡ് നിച്ചോസ്, അങ്ങനെ അത് കോമൺ ആയിട്ട് കുറച്ച് സാലഡ് നമ്മൾ വേൾഡിൽ എവിടെ ചെന്നാലും കിട്ടും. ഇന്ത്യയിലായിക്കോട്ടെ, ആഫ്രിക്കയിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, എവിടെ ചെന്നാലും കിട്ടുന്ന സാലഡ്സ് ഉണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് മലയാളികൾ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് ചാറ്റും കാര്യങ്ങളെല്ലാം സാലഡിൻ്റെ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ മലയാളികൾ നമ്മൾ അത്രക്ക് അങ്ങോട്ട് സാലഡിൽ താല്പര്യം അതിനുള്ള ശ്രദ്ധയില്ല. ഇപ്പോൾ ഇത് മാറി വരുന്നുണ്ട്, ധാരണ മാറി വരുന്നുണ്ട്. സത്യം. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ കൂടുതലോ അവൻ ഡിന്നറെല്ലാം കഴിഞ്ഞ് 70% സാലഡാണ് കഴിക്കുന്നത്. ബാക്കി 30% കാർബോഹൈഡ്രേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ എന്തെങ്കിലും കഴിക്കുള്ളൂ. മാക്സിമം സാലഡ് കഴിക്കുന്നത്. അപ്പോൾ ആ സാലഡിൽ നമുക്ക് വെറൈറ്റീസ് കുറവാണ്. നമുക്ക് ആകെ അറിയാവുന്ന സാലഡ് ഗ്രീൻ സലാഡ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കുച്ചുംബർന്ന് മറ്റേ കട്ട്ലറ്റിനൊപ്പം കൊടുക്കുന്ന ടൊമാറ്റോയും ഒനിയനും കുക്കുംബർ ഇട്ടിട്ടോ ഇച്ചിരി വിനെഗർ ഒഴിച്ചിട്ടോ സാലഡ്. അങ്ങനെ വളരെ കുറവാണ് നമുക്ക് സാലഡിൻ്റെ വെറൈറ്റി. പക്ഷെ അതും ഞാൻ കുറച്ച് ഇതുപോലെ നമ്മുടെ മലയാളീകരിച്ചിട്ട് മാങ്ങയും തേങ്ങയും വെച്ചിട്ടുള്ള സാലഡ് ഉണ്ട്. അതുപോലെ പയർ മുളപ്പിച്ചിട്ട്, അത് കുറച്ച് ഹെൽത്തി കൂടിയാണ്, പയർ മുളപ്പിച്ചിട്ട് അത് വെച്ചൊരു സാലഡ് ഉണ്ട്. പിന്നെ പയർ മുളപ്പിച്ചതും തണ്ണിമത്തം. ഇങ്ങനത്തേക്ക് ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ സാറ് പ്രിപ്പയർ ചെയ്തിട്ട് ഇതൊക്കെ ഒരു ടേബിൾ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയണം, സച്ചിൻ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ തേങ്ങ അരച്ച. അപ്പം ഞാനത് രുചിച്ച് നോക്കും, ഡയറക്ടർ രുചിച്ച് നോക്കും, ക്യാമറമാൻ രുചിച്ച് നോക്കും, അല്ലേ ദിലീപേട്ടാ? അപ്പോഴേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ്. സാർ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ടേസ്റ്റ് മനസ്സിലാവില്ല. നേരെ തിരിച്ചാവല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാക്സിമം ഫുഡ് ഐറ്റംസ് ഇവിടെ മേടിച്ച് ഇങ്ങനെ വെക്കാം. ഫ്രൂട്ട്സ് ഒരു സൈഡിൽ, വെജിറ്റബിൾ ഒരു സൈഡിൽ, അങ്ങനെ. അപ്പം നമ്മൾ അതിനെ പറ്റി പറയുമ്പോൾ നേരെ ചെയ്യുന്നത് അപ്പം നമുക്കൊരു കുക്കിംഗ് വീഡിയോ കൂടെ അതിന്. പക്ഷെ അവിടെന്ന് വെച്ചാൽ സാറ് കുറേ ബുദ്ധിമുട്ടണം.
അതൊരു ഇൻസ്റ്റന്റ് അല്ല, നമുക്ക് ഇതിനകത്ത് കഴിക്കാം. ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരു വടിക്ക് രണ്ട് പക്ഷിയാണ്. നമുക്ക് ഇന്റർവ്യൂ നടക്കും, അതുപോലെ കുക്കിംഗ് വീഡിയോ കൂടി കിട്ടും. അതും കൂടി കിട്ടും. അതെ, നമുക്ക് അടുത്തൊരു പരിപാടി നമുക്ക് സാറ് വീട്ടിൽ എല്ലാം അറേഞ്ച് ചെയ്തു, ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് അവിടെ തന്നെ ചെയ്യാം, ഭക്ഷണവും കഴിക്കാം. എന്ത് നോട്ട് പോയിന്റ് കറക്റ്റ് അല്ലേ? അപ്പോൾ സാറ് വയ്ക്കും, എന്നാലും ഇവന് ഇതിൻ്റെ അകത്തേക്ക് ഏറ്റില്ല എന്നല്ല പറയുന്നത്. ഇല്ല, ഞാൻ കിച്ചൺ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുക്ക് ലൈവ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഐലൻഡ് കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആണോ? പക്ഷേ ഇത് അങ്ങനെ പറഞ്ഞത് നമുക്ക് അവിടെ വന്നിട്ട് ചെയ്യുള്ളൂ, ഭക്ഷണത്തിലുണ്ടല്ല. അപ്പം പിന്നെ അതൊരു നാച്ചുറൽ കാര്യം. അപ്പോൾ സാലഡിൽ അങ്ങനെ. ഇനി ഞാനൊരു ഭക്ഷണപ്രേമികളുടെ, അപ്പം എൻ്റെ വൈഫിൻ്റെ ഒക്കെ ഫേവറേറ്റ്, ഇപ്പം സാർ അത് പറഞ്ഞപ്പോൾ സാലഡിനോട് കാര്യം പറയില്ലെങ്കിൽ അത് ഞാൻ മറന്നു പോകും. ഞാൻ ഭക്ഷണത്തിന് മുമ്പ് സാലഡ് കഴിക്കുന്ന ആളാണ്, ഭക്ഷണത്തിന് മുമ്പ് മധുരം കഴിക്കുന്ന ആളാണ്. സാലഡ് ആണെങ്കിലും ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ആൾക്കാർ ഒന്ന് മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയത്. കാരണം ഞാനത് ഗൾഫിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് മുന്നേ സാലഡ് എടുത്തിട്ട് കഴിച്ചു, അതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി കുറയാൻ വന്നത്. പിന്നെ രണ്ടാമത് ദഹനത്തിന് നല്ലതാണ്. മധുരവും ഞാൻ ഒരു കല്യാണത്തിന് പോയാലും പായസം ആദ്യം കുടിക്കും, അതിനുശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ബാക്കി എല്ലാവരും അപ്പം എൻ്റെ അടുത്ത് പറയും, നീ തല തിരിഞ്ഞവനായതുകൊണ്ടാണെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരിക്കും അറിവുള്ള ഒരാളുടെ അടുത്ത് ചോദിക്കും, മധുരമാണ് ആദ്യം കഴിക്കേണ്ടത്, അതിനുശേഷമാണ് ഫുഡ് കഴിക്കേണ്ടത്. കാരണം നമ്മുടെ ഫുഡിനെ പെട്ടെന്ന് ദഹിപ്പിക്കാനായിട്ട് മധുരത്തിനേ കഴിയുള്ളൂ. മലയാളികൾ ഉൾട്ട പോകുന്ന എന്താണ്, അവൻ ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കഴിച്ച് എനിക്കിത് പെട്ടെന്ന് ദഹിക്കണം, അതിൻ്റെ മുകളിലേക്ക് 2 ഗ്ലാസ് പായസം, ഒരു ലഡു, ഒരു ജിലേബി, ഇതാണ് മലയാളികൾ. പക്ഷേ ഞാനും ചിലപ്പോൾ ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡെസേർട്ട് ആണെങ്കിൽ ആദ്യം ചെന്ന് കഴിക്കും. കാരണം വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വയറ് നിറച്ച ഡെസേർട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഡെസേർട്ട് ആദ്യം കഴിക്കും. ഞാൻ പക്ഷേ ഞാനത് ഇംഗ്ലീഷുകാരുടെ ഒരു ഇതാണ് ഞാൻ കണ്ടേക്കുന്നത്. അവർ മധുരമാണ് ആദ്യം കഴിക്കുന്നത്. പിന്നെ ഗൾഫിൽ നിന്ന് ഞാനത് 1-2 ഞങ്ങളുടെ പാർട്ടിക്ക് പോയപ്പോൾ, കമ്പനി പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അവർ ഡെസേർട്ട് ആദ്യം കഴിക്കുക, സാലഡ് ആദ്യം കഴിക്കുക, എന്നിട്ട് എന്ത് ചെയ്യും, അവർ കുറച്ച് ഫുഡ് എടുത്തിട്ട് പ്ലേറ്റിലിടും, സൈഡ് ഡിഷ് കുറച്ചിട്ട് മെയിൻ ഡിഷ് കോഴ്സ് എന്ത് ചെയ്യും, ചിക്കനോ ബീഫോ മട്ടനോ ആണെങ്കിൽ അത് കൂടുതലൊക്കെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ അത് കുത്തി തിന്നും. അതിലെനിക്ക് 10 പൊറോട്ട എടുത്ത് പോകണ മലയാളിനെ പോലെയല്ല. അവർ ചിലപ്പോൾ ഒരു പൊറോട്ട എടുത്തിട്ട് അതിന് ചിലപ്പോൾ 2 പീസ് സ്പൂണും ഫോർക്ക് കൊണ്ട് ഇങ്ങനെ തിന്നും. അത് ഇടയ്ക്കായിരിക്കും തിന്നുന്നത്. പക്ഷെ അവൻ ആ മീറ്റുകൾ ഇങ്ങനെ കഴിച്ച് അതിന് മുന്നേ എന്ത് ചെയ്തു, അവൻ്റെ വയറ് നിറച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ കണ്ട ആളുകളുടെയൊക്കെ ഫേവറേറ്റ് സാധനമാണ് പായസം എന്ന് പറയുന്നത്. സാറ് ചായയിൽ 500 ചായ, ഫുഡിലാണെങ്കിൽ പലതരം വെറൈറ്റി ഓഫ് ഫുഡ്. വാട്ട് അബൌട്ട് ദ പായസത്തിൽ ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കരിക്ക് വെച്ചിട്ടുള്ളതാണ് ഇളനീർ ചവ്വരി പായസം. അതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എൻ്റെ ഓൺ റെസിപ്പി കൂടിയാണ്. ഇപ്പോൾ ഇളനീർ പായസം പലതുണ്ടെങ്കിലും എനിക്കൊരു എൻ്റേതൊരു റെസിപ്പി ഉണ്ട്, ഓൺ റെസിപ്പി ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മളിപ്പോൾ സാധാരണ പായസത്തിന് വെച്ചാൽ അടപ്രഥമൻ, പാലട, പരിപ്പ് പായസം, പയറ് പായസം, അങ്ങനെ അതിലും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങളെ ഷെഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലിമിറ്റുകളില്ല. ഞങ്ങൾക്ക് ഓരോന്നും ഓരോ അവസരങ്ങൾ, ഓരോ ദിവസങ്ങളും ഓരോ ഇൻഗ്രീഡിയൻസും അവസരങ്ങളാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മത്തങ്ങ പായസം ചെയ്തിട്ടുണ്ട്, ചീര പായസം ചെയ്തിട്ടുണ്ട്, പിന്നെ ബീട്രൂട്ട് പായസം, പൈനാപ്പിൾ പായസം, ഗ്രീൻ പീസ് പായസം, അങ്ങനെ സാധ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടെല്ലാം തന്നെ പായസങ്ങൾ പായസം എന്ന് പറയുന്നത് നമ്മുടെ കറി വെക്കുന്ന ചീര തന്നെയല്ലേ? കറി വെക്കുന്ന ചീര, കറി വെക്കുന്ന ചീര 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മൾ അരിഞ്ഞിട്ട് ഒന്ന് സോത്തേ ചെയ്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ മട്ടിപ്പ് മാറും, ഒരു കയ്പ്പ് രസം ഉണ്ടെന്ന് മാറും. എന്നിട്ട് അതിലേക്ക് ശർക്കര എല്ലാം വെച്ച് തേങ്ങാപ്പാലൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ആയിട്ട്. പിന്നെ വേറൊരു ഇതുള്ളത്, നമ്മളിപ്പോൾ ചീരയും നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അടയിൽ ചീരയും കൂടി ചേർത്തിട്ട് അങ്ങനെ ചീര അട ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു പായസം ഉണ്ടാക്കാം. വൈറ്റമിനും എല്ലാ സാധനവും നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട്. അതെ, പായസം എപ്പോഴും നമുക്ക് ഹൈ കാലറിയാണ്, എന്നാലും നമുക്ക് കുറച്ച് അതിൽ അതെ നല്ലൊരു സംഭവം കൂടി ഇതാക്കുന്നു. പായസത്തിലും വെറൈറ്റികളുണ്ട്. ഇനി വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ? വേറെ വെറൈറ്റികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റുകളാണ്. ഇപ്പോൾ നമ്മൾ നാടൻ ഫുഡാണ് നേരത്തെ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. അതുകൂടാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് മലേഷ്യൻ ഫുഡ് ഭയങ്കര ടേസ്റ്റുള്ളതാണ്. അതുപോലെ മെക്സിക്കൻ ഫുഡ്. മറ്റുള്ള ഫുഡുകളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്യൻ ഫുഡ്, കോണ്ടിനെൻ്റൽ ഫുഡാണെന്നതിൻ്റെ ഒരു കുഴപ്പമില്ല, അത് അതിൻ്റെ അങ്ങനെയാണത്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം വെച്ചാൽ മലയാളികൾക്ക് ഇച്ചിരി എരിവും പുളിയും കാര്യങ്ങളൊക്കെ കൂടുതൽ വേണം. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചിട്ട് ആ നാച്ചുറൽ ടേസ്റ്റാണ്. ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ ചിക്കനിൽ സോൾട്ട്, പെപ്പർ മാത്രം, ചിലപ്പോൾ എന്തെങ്കിലും ഹെർബ്സ്, ചിലപ്പോൾ ഒരു സാധനം ഇടും, ചിലപ്പോൾ ഗാർലിക്കും കൂടി ഇടും, അത്ര ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ആ മീറ്റിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടാൻ പറ്റും.
നമ്മൾ മസാല എല്ലാം കുത്തി നിറച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല എല്ലാം കൂടി അതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മാക്സിമം കിട്ടാറ്. കറക്റ്റ്. അപ്പോൾ അത് ഞാൻ പറയുന്നത് എനിക്കിഷ്ടമാണത്. പക്ഷെ മറ്റുള്ളവർക്ക് ചിലർ കഴിച്ചത് ഉപ്പും പുളി ഇല്ല എന്നും പറഞ്ഞിട്ട് പറയാറുണ്ട്. പിന്നെ തായൽ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ഹാർഡ് ഫ്ലേവർ കാരണം ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്. പക്ഷേ ഈ മലേഷ്യൻ ഫുഡ്, മെക്സിക്കൻ ഫുഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ പാലറ്റായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. നമുക്ക് ഏതൊരു മലയാളിക്കും ധൈര്യപൂർവ്വം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഫുഡുകളാണത്. അതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ് മലേഷ്യൻ ഫുഡ്. മലേഷ്യനും മെക്സിക്കനും കുറച്ച് സ്പൈസി ആയതുകൊണ്ട് കുറച്ച് സ്പൈസി ആയിരിക്കും മലയാളം, പക്ഷേ എന്നാലും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുള്ള ഫുഡുകളാണ്. അപ്പോൾ എന്തായാലും സാർ എന്തെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, സാറിൻ്റെ ഡ്രീം, അതെ, എൻ്റെ 500 വെറൈറ്റി ഓഫ് ടീയുടെ രുചികളും, അതെ, എൻ്റെ രുചികളിലേക്ക് എത്തിക്കണം. എൻ്റെ സ്വന്തമായിട്ടുള്ള രുചികളും അതുപോലെ എൻ്റെ സ്വന്തം സ്വന്തം ചായകളും മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു. സാർ ഏത് ലൊക്കേഷനാണ് പ്രിഫർ ചെയ്യുന്നത്? ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സ്ഥലം എറണാകുളം ആലുവ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണ് ആദ്യത്തെ ഔട്ട്ലെറ്റ് ഉദ്ദേശിച്ചത്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നത്, സാറിനെ പോലുള്ളവർ ശരിക്കും പറഞ്ഞ എവിടെ തുടങ്ങിയാലും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ട് നിങ്ങളെ തേടി വരും. അത് ഉറപ്പായിട്ടില്ല. അത് നിങ്ങളെന്നല്ല കേട്ടോ. ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞ ഭക്ഷണപ്രിയരാണ്. ഭക്ഷണപ്രിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്. ഭക്ഷണം മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോഴും പറയുന്നത്, എവിടെയെങ്കിലും ഒരു ഗുദാമിൽ, നമ്മൾ ഏത് ഗുദാമിൽ കൊണ്ടിട്ട് നമ്മളൊരു ഹോട്ടൽ തുടങ്ങി, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, വരുന്നിരിക്കുന്നവൻ ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ ഹാപ്പി ആയിരുന്നു. അടുത്ത ആളോട് പറയും, വയറ് മാത്രമല്ല മനസ്സെന്ന് പറയണം. അവൻ അടുത്ത ആളോട് പറയും, അടുത്ത ആൾ അവന്റെ കൂടെ തന്നെ. ഉദാഹരണം നമ്മുടെ ഉണ്ട്. ഇപ്പോൾ ചേർത്തലയിലെ ഒരു മീശക്കാരൻ ദിലീപ്, മധുചേട്ടൻ, അതുപോലെ കോഴിക്കോട് ഒരു ബാലൻചേട്ടൻ, അവരൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. തനി ഗ്രാമത്തിൽ വണ്ടി പോകാൻ ഒരു വഴി കൂടിയില്ല, നടന്നു പോകണം അങ്ങോട്ടൊക്കെ. അങ്ങനെയുള്ള സ്ഥലത്ത് ഇട്ടിട്ട് പലരും അവരെ തേടി ചെല്ലുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ ഈ അടുത്ത് കണ്ണൂര് ഒരു അമ്പലത്തിൽ പോയിട്ട് ഇവരായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട്, അപ്പോൾ അവിടെ കണ്ണൂർ വേറെ ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ അവിടെ ഒരു ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ്, ആ അമ്പലത്തിൻ്റെ അടുത്തൊരു ഷാപ്പ് ഉണ്ട്, കുറച്ച് നടന്നു പോകണം, തോട്ടത്തിലാണ്, തെങ്ങിൻ തോപ്പിലാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല ഫുഡാണ്. അത് ഞങ്ങൾ ആ ഷാപ്പിൽ പോയി. സത്യം പറഞ്ഞ അടിപ്പം ഫുഡെന്ന് തിരക്കെന്ന് വെച്ച് ഇരിക്കാൻ സ്ഥലമില്ല. ഫുൾ ഫാമിലി പിള്ളേരും നെക്കായിട്ടാണ് വന്നേക്കുന്നത്. ഫുഡ്, മീൻകറിയൊക്കെ നല്ല ഗംഭീര മീൻകറി. ഞങ്ങളതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഇതിൽ. ഗംഭീര മീൻകറിയും ഏറ്റവും രസമാണെന്ന് വെച്ചാൽ ബില്ല് കൊടുത്ത് നമ്മൾ വയറ് നിറച്ച് അത്യാവശ്യം നന്നായിട്ട് ഡിഷൊക്കെ പറഞ്ഞു, സൈഡ് ഡിഷൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കഴിക്കുകയും ചെയ്തു. വയറ് നിറഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഞാനും കൊച്ചും വൈഫും കൂടി പോയത്. എന്തോ നിസ്സാര പൈസ എന്തോ വന്നുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ഇവിടെ എറണാകുളത്താണ് നമ്മളതങ്ങനെ കഴിക്കാൻ പോയതിരുന്നെങ്കിൽ കുറഞ്ഞത് 1500 രൂപ ആയിരുന്നു. അത്രയും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കഴിച്ചു. കാരണം കക്കയിറച്ചി പറഞ്ഞു, പിന്നെ ഫിഷ് പറഞ്ഞു, താറാവ് പറഞ്ഞു, അങ്ങനെ ഡിഷുകളൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ പോന്നേക്കുന്നത്. 500 അങ്ങനെ എന്ത് രൂപ എന്തോ ആയിട്ടുള്ളൂ. പക്ഷെ നല്ല ഫുഡുമായിരുന്നു. അത് തീർച്ചയായിട്ടും ഉള്ളിലേക്ക്, ഇപ്പോൾ ടൗണിനെ വിട്ടിട്ട് ഉള്ളിലേക്ക് ചില ഗ്രാമപ്രദേശങ്ങളിലേക്ക് കയറുന്നതിൻ്റെ അവർ പലപ്പോഴും പ്രൈസ് കുറവായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആലപ്പുഴയിൽ മുഹമ്മയിലെ ഒരു വൈദ്യരുടെ കടയുണ്ട്. ഹോട്ടലിന്റെ പേര് സ്മിത ഹോട്ടൽ എന്നാണ്. സ്മിത ഹോട്ടൽ എന്നാണ് ഹോട്ടലിന്റെ പേര്. പക്ഷെ വൈദ്യരുടെ കട എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ആലപ്പുഴ ജില്ലയിൽ വരുന്ന വിനോദസഞ്ചാരികളുടെ, അതായത് ഫോറിനേഴ്സ് അടക്കം വിദേശ രാജ്യങ്ങളിലെ അവരുടെ ആ മാപ്പ് ഉണ്ടാവും, ലോക്കലായിട്ടൊരു മാപ്പ് കൊടുക്കുന്ന, അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും വൈദ്യരുടെ കട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഹോട്ടലിൽ ചെന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണം അല്ലേ. ഫുഡ് ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരും. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ഊണ് ഓർഡർ ചെയ്താൽ, ഒരു കപ്പ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കറി പറയും. അതുകൂടാണ്ട് നമ്മൾ സാധാരണ ഊണൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൂക്കിൽ സാധാരണ അവിയൽ അല്ലെങ്കിൽ തോരൻ, മെഴുക്കുരട്ടി അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇവിടെ എല്ലാം സീ ഫുഡായിട്ട് ബന്ധപ്പെട്ടുള്ള, അതിൽ പൊടിമീൻ ഉണ്ടാവും, പൊടി ചെമ്മീൻ ഉണ്ടാവും, കക്കയിറച്ചി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ തീരിനനുസരിച്ച് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ. പക്ഷേ അതുപോലെ റേറ്റ് ഞാൻ ഒരിക്കൽ പോയിട്ട്, അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ട് അന്ന് കഴിച്ചിട്ട് ഏതാണ്ട് ഞങ്ങൾ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറി കഴിച്ചു, മീൻ ഫ്രൈ, കാളാഞ്ചി ഫ്രൈ, അതുപോലെ കൊഞ്ച് കറി, പിന്നെ തലക്കറി, കക്കയിറച്ചി, പൊടിമീൻ, ഇത്രയും സാധനങ്ങൾ കഴിച്ചിട്ട് ഒരാൾക്ക് 200 രൂപയാണ്. അപ്പോൾ ചില ഉള്ളിലേക്ക് കയറിയിട്ടുള്ള, അതായത് ഉൾനാടൻ ഗ്രാമങ്ങളിലിരിക്കുന്ന
അതുപോലെ വേറെ എന്താ വെച്ചാൽ ഇന്ന് സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഹോട്ടൽ ഫുഡ് അത്യാവശ്യം കഴിക്കുക. കാരണം നമ്മൾ പുറത്തായിരിക്കും ഷൂട്ടും കാര്യങ്ങളും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിന് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഉച്ചകളത്തെ ഫുഡ് കഴിക്കേണ്ടി, രാത്രിത്തെ ഫുഡ് കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വി ആർ നോട്ട് അറ്റ് ഓൾ ഹാപ്പി. കാരണം നമ്മൾ കഴിക്കുന്നു, പക്ഷെ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള അതൊരു ഇല്ല. അപ്പൊ നമുക്കത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഞാനിപ്പോഴും പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് അതൊരു ബിസിനസ് മോഡ്യൂൾ മാത്രം നോക്കുന്നുണ്ടാണ്, ബിസിനസ് ലെവലിൽ മാത്രം ചിന്തിക്കുന്നുണ്ടാണ്. ഇപ്പം നമ്മൾ ബിസിനസ് വേണം തീർച്ചയായിട്ടും, നമ്മൾ എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി നേരെ കാശ് കിട്ടണം. അത് കൂടാണ്ട് നമ്മൾ മനസ്സ് ഏത് ഒരു ഫീൽഡാണെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ടേസ്റ്റ് മാറും, അതനുസരിച്ച് മാറും. കറക്റ്റാണ്. അപ്പം എന്തായാലും ഞാനിനി കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല. മണി ഇപ്പോൾ തന്നെ 6:30 മണി കഴിഞ്ഞു. എന്തായാലും ഇത്രയും നേരം സാറ് വന്നിരുന്ന് ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിനും ഞാൻ നേരത്തെ റാസിയോട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടി സാറ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എക്സ്ട്രീംലി സോറി, ഒന്നും വിചാരിക്കേണ്ട. ആ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, നേരത്തെ വരേണ്ടവരായിരുന്നു, അവർ രണ്ടുപേരും കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ സാറ് വന്നിരുന്ന് ഞങ്ങളോട് ഇത്ര നേരം സമയം സ്പെൻഡ് ചെയ്തു. നല്ല നല്ല കുറച്ച് അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തന്നു. ഞങ്ങളുടെ ടീമിനോടും ഞങ്ങളുടെ JC സ്റ്റുഡിയോനോടും സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും JC സ്റ്റുഡിയോ ഇതിപ്പോൾ ഘട്ടത്തിലാണ്, ഇനി ഉയരങ്ങളിലെത്തട്ടെ. നിങ്ങളുടെ എല്ലാവർക്കും ഓരോ ഡ്രീമുകൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ JC സ്റ്റുഡിയോസിൻ്റെ എന്താണ് വിഷൻ, എന്താണ് അവരുടെ നിങ്ങളുടെ ആ അംബിഷൻ എന്താണ്, തീർച്ചയായിട്ടും നിറവേറട്ടെ എന്ന് ആശംസിച്ചോളൂ. നന്ദി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾ വിട്ടിട്ടില്ല, ഒരു ദിവസം ഞങ്ങൾ എന്തായാലും സാറിൻ്റെ കുക്കിംഗ് വീഡിയോയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ. താങ്ക് യു സാർ.